നാം ദൈവസന്നിധിയിലേക്ക് ഒരുമിച്ച് കൂടുന്നതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം ദൈവത്തിന് കൊടുക്കാനാണ്. സ്തോത്രം കൊടുക്കാനാന്ന് പറഞ്ഞപ്പോൾ ചിലർ സ്തോത്രം പറയാതിരുന്നത് ഇനിയും സ്തോത്രകാഴ്ച ഉണ്ടോ എന്ന് ഓർത്തിട്ടായിരിക്കും. സ്തോത്രകാഴ്ച കഴിഞ്ഞു. സ്തോത്രം ദൈവത്തിന് കൊടുക്കുന്നതിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത് ദൈവത്തിൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കാനാണ്. നമ്മുടെ മൂഡ് നോക്കിയല്ല നമ്മൾ മഹത്വം കൊടുക്കുന്നത്, നമ്മുടെ സന്തോഷം നോക്കിയല്ല മഹത്വം കൊടുക്കുന്നത്. 20-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അവൻ്റെ ജയത്തിൽ ഞങ്ങൾ ഘോഷിച്ചുല്ലസിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ പിശാചിനെ ജയിച്ച ഒരുവനുണ്ട്, നമ്മുടെ ആരാധ്യനായ കർത്താവ്. ആ കർത്താവിൻ്റെ ജയത്തിലാണ് നമ്മൾ ഘോഷിച്ചുല്ലസിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ജയിക്കുന്ന അന്ന് മാത്രമേ നമുക്ക് സ്തോത്രമുള്ളൂ എങ്കിൽ മിക്കവാറും സഭകൾ ഉറങ്ങിപ്പോയേനെ. പലപ്പോഴും സമ്മർദ്ദങ്ങളുടെ നടുവിൽ, വലിയ ഏറ്റുമുട്ടലുകളുടെ നടുവിൽ, മാനസിക പിരിമുറുക്കത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുമ്പോഴും അവരിൽ പലരും ഇരിക്കുന്നിടം മറന്നാരാധിക്കാൻ കാരണം അവരോ അവരുടെ പിള്ളേരോ ജയിച്ച ജയത്തിലല്ല, ഞങ്ങൾക്ക് വേണ്ടി ഒരുവൻ ജയിച്ചു. ആ ജയാളിയുടെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കുന്നതാണ് ആരാധന. ഇന്ന് പകൽക്കാലം ഇത്രയും ദൈവമക്കൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നിനക്ക് രോഗമുണ്ടോ, നിനക്ക് കടമുണ്ടോ, നിന്റെ പിള്ളേരൊക്കെ രക്ഷപ്പെട്ടോ, അതല്ല ഇവിടുത്തെ വിഷയം. അവരുടെ കാര്യത്തെക്കാൾ വലുത് ഞങ്ങൾക്ക് വേണ്ടി പിശാചിന്റെ തലയെ തകർത്തൊരുവനുണ്ട്. അവന്റെ ജയത്തിൽ ഞങ്ങളുടെ മരണം വരെ ഘോഷിച്ചുല്ലസിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്, അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കാൻ, അതിനാണ് നമ്മൾ ഒന്നിച്ചു കൂടുന്നതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം. അതിനാ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരെല്ലാം ചേർന്ന് നമുക്ക് പാടുകയൊക്കെ ചെയ്യുമ്പോൾ ആ പാട്ടിൻ്റെ അകത്തെല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ആ സമയത്ത് നിർവിചാരികളായിരിക്കരുത്. ആ സമയത്ത് സ്തോത്രം മനസ്സിനെ കടിഞ്ഞാണ് ഊണി വിടരുത്. ആ സമയത്ത് ദൈവത്തിന് മഹത്വം കൊടുത്തേക്കണം. ഇതൊരു ശുശ്രൂഷ, ഒരു പ്രോഗ്രാം സമയനിക്ഷിപ്തമായിരിക്കുന്ന ഒരു പ്രത്യേക നിലവാരത്തിൽ ഉൾക്കൊണ്ടത് കൊണ്ട് അതിന് സമയം തരുമ്പോൾ മിണ്ടാതിരിക്കരുത്. അവിടെ മിണ്ടാതിരിക്കുന്നവർക്ക് ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാനൊക്കെയല്ല. ആ സമയം പാഴാക്കരുത്. രണ്ടാമത് നമ്മൾ ഒരുമിച്ച് കൂടുന്നതിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, രണ്ടാമത്തെ കാരണം, ദൈവത്തോട് പറയാനാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. വീട്ടിലിരുന്ന് പറഞ്ഞാലും ദൈവം കേൾക്കത്തില്ലെന്നൊക്കെ നമുക്ക് യുക്തി കൊണ്ട് ചോദിക്കാം. പക്ഷേ ഒന്നിച്ചുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ നടുവിൽ ദൈവം പ്രവർത്തിപ്പാനിടയാകും. അതിനാ നമ്മുടെ യോഗത്തിലെല്ലാം സ്തോത്രം ദൈവമക്കളെയും കർത്തൃദാസന്മാരെയും കൂടി അക്കോമഡേറ്റ് ചെയ്യണമല്ലോ എന്നോർത്തിട്ടല്ല 3 പേർക്ക് പ്രാർത്ഥിക്കാൻ സമയം തരുന്നത്. സ്തോത്രം, മനസ്സിലാവുന്നുണ്ടോ? ആ സമയം പേര് പറഞ്ഞ 2 പേർക്കോ 3 പേർക്കോ ഉള്ളതല്ല. ആ സമയം വന്ന മുഴുവൻ ആളുകൾക്കുള്ളതാണ്. ആ സമയത്ത് എന്ത് ദൈവത്തോട് പറയുന്നോ അതിന് തക്കവണ്ണമാണ് ദൈവം തിരിച്ചു പറയാൻ തുടങ്ങുന്നത്. ആ സമയത്ത് പാസ്റ്റർമാരൊക്കെ പേര് പറഞ്ഞ് അവർ പറഞ്ഞോളും ഓർത്തോളും. നമ്മൾ വേറെ കച്ചവടത്തിന് പോയാൽ അവരുടെ ഒരു യോഗം പോയി എന്ന് വിചാരിച്ചാൽ മതി. ആ സമയം ബാക്കിയുള്ളവരും സ്തോത്രത്തിൽ ജാഗരിച്ച് ഇന്നിവിടെ വന്നിരിക്കുന്നത് മഹാദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കയാൽ, ന്യായമായി വിധിക്കുന്നവന്റെ മുമ്പിലായിരിക്കയാൽ, സ്വർഗീയ കോടതിക്കകത്തായിരിക്കയാൽ. സ്തോത്രം, ദാവീദ് ഒരിക്കൽ സങ്കീർത്തനത്തിനകത്ത് എഴുതി, സ്തോത്രം, കർത്തൃദാസൻ സങ്കീർത്തനം വായിച്ചപ്പോൾ യെരൂശലേമിനെ കുറിച്ച് വായിച്ചല്ലോ. യെരൂശലേമിനെ കുറിച്ച് പുകഴ്ത്തി എഴുതി ഒരു ഭാഗത്ത് ഇങ്ങനെ എഴുതി, ഞങ്ങളുടെ ന്യായാസനങ്ങൾ ഞങ്ങൾ ദൈവത്തിൻ്റെ ആലയത്തിൽ കണ്ടു. സ്തോത്രം, ഹല്ലേലൂയ. വേദപുസ്തകം പഠിച്ചിട്ടുള്ള ഈ കർത്തൃദാസന്മാരോട് ചോദിച്ചാൽ അറിയാം, സമാഗമന കൂടാരത്തിനകത്തോ ദൈവാലയത്തിനകത്തോ നിലവിളക്കുണ്ട്, കാഴ്ചയപ്പത്തിന്റെ മേശയുണ്ട്, യാഗപീഠമുണ്ട്, താമ്രത്തൊട്ടിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ന്യായാസനം എന്നൊരു ഉപകരണം അവിടെ ഇല്ല. പക്ഷേ ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്നവൻ ആത്മാവിൽ കണ്ടു, ഞങ്ങളുടെ രാഷ്ട്രത്തിന്റെ ന്യായാസനം ഇരിക്കുന്നത് ഞങ്ങളുടെ കോടതിയിലല്ല, ഞങ്ങളുടെ ആലയത്തിനകത്താണ്. ഈ പകൽക്കാലം അത് വിശ്വസിക്കണം. എന്റെ കോടതി ചെങ്ങന്നൂരല്ല, എന്റെ കോടതി എറണാകുളത്തല്ല, എന്റെ കോടതി അങ്ങ് ഡൽഹിയിലല്ല. എന്റെ കോടതി എന്റെ സഭയ്ക്കകത്ത് ന്യായാസനമിട്ടിരിക്കുന്ന ഒരു ന്യായാധിപൻ എനിക്കുണ്ട്. അവന്റെ മുമ്പിൽ എന്റെ സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞ് ഞാൻ വീട്ടിലെത്തുന്നതിനേക്കാൾ മുമ്പ് അവന്റെ പക്കൽ നിന്ന് എനിക്കുള്ള വിധി വരും. 17-ാം സങ്കീർത്തനത്തിൽ ദാവീദ് തന്നെ പറഞ്ഞു, ദൈവമേ എനിക്കുള്ള വിധി നിങ്ങൾ നിന്ന് വരട്ടെ,
ഇന്ന് എത്ര പേര്, ഞാനൊരു ആമുഖത്തിൽ ദൈവത്തിന്റെ ദൂത് തെളിഞ്ഞു വരുന്നത് കാണുകയാ. എത്ര പേർ അമിതമായി വിശ്വസിക്കുന്നുണ്ട്. ഈ സമയം പാഴാക്കാതെ ഇത്രയും പോന്ന നിങ്ങളുടെ അഭിഷിക്തന്മാരോട് ചേർന്ന് ഈ സഭയ്ക്കകത്തൊരു കൂട്ടായ്മ ലഭിച്ചപ്പോൾ ഇന്ന് ദൈവത്തിന്റെ ന്യായവിധിയുടെ ദിവസമാകട്ടെ. എന്റെ കുഞ്ഞിനുള്ള വിധി, എന്റെ കുടുംബത്തിനുള്ള വിധി, എന്റെ സഭയ്ക്കുള്ള വിധി ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് പിരിയുന്നതിനേക്കാൾ മുമ്പ് സ്വർഗത്തിൽ നിന്ന് ദൈവം അയക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്ന് ദൈവസന്നിധിയിൽ നിങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വെച്ച് ദൈവത്തിങ്കിലേക്ക് ഏൽപ്പിച്ച് ആത്മാവിലൊന്ന് ജാഗരിക്കാൻ തുടങ്ങിക്കേ. നിനക്കുള്ള വിധി ഇന്ന് ദൈവം അയക്കും. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അമിതമായി ഹല്ലേലൂയ ദൈവജനത്തിന് വേണ്ടി ഓരോ വാക്കുകൾ പറയുമ്പോഴും അമിതമായി വചനത്തെയും ദൈവത്തെയും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാക്യം വായിക്കാൻ ഒരുങ്ങിയതാ. പക്ഷെ എൻ്റെ അകത്തൊരു പ്രേരണ വന്നതുകൊണ്ട് പറയുക. കർത്താവ് എന്നോട് പറയുന്നു, ഇതൊരു ദൂതായി വരും. ഇന്ന് പകലിൽ നീ പ്രസംഗിക്കുന്നത് ഇത് സംഭവിക്കാനാണെന്ന് എൻ്റെ അടുത്ത് നിന്ന് കർത്താവ് പറഞ്ഞു തരുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? എൻ്റെ സ്വത്രം ബയോപ്സിയുടെ റിപ്പോർട്ട് ഒരുപക്ഷെ സ്വത്രം വരേണ്ടത് ആശുപത്രിയിൽ നിന്നായിരിക്കും. പക്ഷെ എൻ്റെ ദൈവമാണ് വിധി പറയേണ്ടത്. ഡോക്ടർ അല്ല വിധി പറയേണ്ടത്, കോടതി അല്ല വിധി പറയേണ്ടത്. എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവമാണ് വിധി പറയേണ്ടത്. ദൈവത്തോട് കൂടി വരവിൽ എന്ത് പറയുന്നു അതിനാ സമയം തരുന്നത്. ഏത് യോഗത്തിൽ ഓർത്തോളണം, എന്നെ മറന്നാലും ഈ കാര്യം മറക്കരുത്. പിള്ളേരടക്കം ഏത് യോഗത്തിൽ പങ്കെടുത്താലും നമ്മൾ വരുന്നത് 3 കാര്യത്തിനാണ്. രണ്ടാമത്തെ ദൈവത്തോട് പറയാനാ. ആ സമയത്ത് മൗനമാകരുത്. ആ സമയം നിങ്ങളുടെ സഭയിൽ നാളെ സഭായോഗമുള്ള ദിവസമാണ്. സ്തോത്രം. കസേരയൊക്കെ ഇരിക്കുമ്പോൾ ശരീരത്തിന് ബലമുണ്ടെങ്കിൽ ആ പ്രാർത്ഥനാ സമയത്ത് ഞാൻ അസംബ്ലീസ് കൊണ്ട് സെഷനിൽ ക്ലാസ് എടുക്കാൻ വന്നതല്ല, പക്ഷെ എന്നെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നു ദൈവം. അതുകൊണ്ട് മുട്ടുകുത്തി കണ്ണുനീരോടെ ആ പ്രാർത്ഥനാ സമയം ദൈവത്തോട് ചിലത് പറഞ്ഞാൽ ആ പറഞ്ഞതിന് ഉത്തരവുമായി ദൈവം വരും. സ്തോത്രം. ഇതാണ് രണ്ടാമത്തെ ഉദ്ദേശം. മൂന്നാമത്തെ ഉദ്ദേശം, ദൈവമക്കൾ കൂടുന്ന ഏതൊരു യോഗത്തിലും ദൈവം സംസാരിക്കും. ദൈവം എന്തു പറയുന്നു എന്ന് കേൾക്കാനാണ് നാം ഒന്നിച്ചു കൂടുന്നത്. ആധുനിക സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു കാലമാണ്, ഒരു മീഡിയ യുഗമാണ്. ഞാനും ഒരു മീഡിയ റെപ്രസെൻറ്റേറ്റീവ് നിൽക്കുന്ന ആളാണെന്ന് എന്നെ പരിചയപ്പെടുത്തുമ്പോഴൊക്കെ അങ്ങനെ പറയുന്നത്. പക്ഷെ ഞാനൊരു സഭയുടെ പാസ്റ്റർ ആയതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, മീഡിയയിലിരുന്ന് നിങ്ങൾക്ക് എവിടെ ഇരുന്ന് എന്തും കേൾക്കാം. പക്ഷേ ദൈവമക്കൾ കൂടുന്ന 10 പേര് ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടായ്മയ്ക്കകത്ത് വന്നിരിക്കുമ്പോൾ ദൈവം ഇടപെടുന്ന ഇടപെടലിനൊരു വ്യത്യാസമുണ്ട്. അത് അനുഭവിച്ച ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിനെന്തോ നിങ്ങളോട് പറയാനുണ്ട്. ദൈവദാസന്മാരടക്കമുള്ള ദൈവസഭയോട് ദൈവത്തിന് ഷാജിയമ്പോളിനല്ല, ദൈവത്തിനെന്തോ പറയാനുണ്ട്. ഹല്ലേലൂയ. അത് ദൈവം പറയും. ഈ 3 കാര്യങ്ങൾ കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക, ആശീർവാദം പറയുക, വലിയ ബഹളമൊന്നും ഉണ്ടാക്കാതെ വീട്ടിൽ പോവുക, അത്രയേ ഉള്ളൂ. പിന്നെ അതിനിടയ്ക്ക് വലിയ അനൗൺസ്മെന്റ് അതേ ഉള്ളൂ. അതിനകത്ത് പിന്നെ ബാക്കിയൊക്കെ വെച്ച് കെട്ടലുകളാണ്. ഇത് 3മാണ് ഒരു യോഗത്തിൻ്റെ ഉള്ളടക്കം. അനേക സ്ഥലങ്ങളിൽ യോഗങ്ങളിൽ പോകുന്ന ഒരാളായതുകൊണ്ട് ഞാൻ നിരീക്ഷിക്കലും കൂടി ആയതിൻ്റെ പേരിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതിൽ പലരും പലതിനകത്താ താല്പര്യം. ചിലർക്കൊരു 5 പോയിൻ്റുള്ള പ്രസംഗം കിട്ടിയാൽ ബിരിയാണി കിട്ടിയ പോലെയാണ്. അപ്പം ആ സമയത്ത് അവർ ഉണർന്നു വരും. ഏത്? ഈ പ്രസംഗം തുടങ്ങുന്ന സമയം. ആക്കി 2 സമയത്ത് അവർ ഓഫായിരിക്കും. സ്തോത്രം. എല്ലാവരും കൂടി കൂടിയൊരു ദിവസമല്ലേ, എന്തോ ദൈവം എന്ന് പറയും. സ്തോത്രം. ഹല്ലേലൂയ. ചില ആളുകളുണ്ട് പാട്ട് പാടുമ്പോൾ ഇവരെ പോലുള്ളവർ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഉത്തരത്തെ തൂങ്ങി നിന്ന് ആടി വേർത്ത് കതച്ചൊരിപ്പുണ്ട്. പിന്നെ അവരെ ആശീർവാദം പറയുമ്പോൾ ഉണർത്തിക്കൊണ്ട് പൊക്കോളണം ആരെങ്കിലും. ഇങ്ങനെ ഓരോരുത്തർക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു മേഖല ഇതിനകത്തുണ്ട്. പക്ഷെ അതിനകത്ത് മാത്രം നമ്മൾ ഡിപ്പെൻഡഡ് ആയാൽ നമ്മൾ ഈ സ്നാനപ്പെട്ടതൊക്കെ വെറുതെയാവും. അതിനേക്കാൾ നല്ലത് ഇതിൽ 3ലും പങ്കാളിയാകണം. ആരാധിക്കുമ്പോൾ ആരാധിക്കണം, പാടുമ്പോൾ ചേർന്ന് പാടണം, കൈയടിക്കുമ്പോൾ കൂടെ കൈയടിക്കണം, സ്തുതിക്കുമ്പോൾ കൂടെ സ്തുതിക്കണം, പ്രാർത്ഥിക്കുമ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കണം, ദൈവസനെ കരയുമ്പോൾ കരയണം, കേൾക്കേണ്ട ദൂതുകൾ കേൾക്കണം. ഇത് 3ഉം കൂടി ഒരുമിച്ച് ദൈവസന്നിധിയിൽ ചെയ്യാൻ ഒരു സഭ തയ്യാറായാൽ അവിടെ ദൈവം ഇറങ്ങി വരാനിടയാകും.
അവരോട് ഇടപെടാൻ ദൈവത്തിന് അതീവ താല്പര്യമായിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഈ സെക്ഷനിലെ എല്ലാ സഭകളും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അതിനുള്ള ശുഭതയും നന്മയും ദൈവം തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ പ്രധാന സന്ദേശത്തിനുള്ള ആധാരവാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ദയവായിട്ട് ആരെങ്കിലും ഒരാൾ സഭയെ വായിച്ചു കേൾപ്പിച്ചാൽ ഉപകാരമായിരിക്കും. 26-ാം അധ്യായം 7-ാം വാക്യം. നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചും കൊണ്ട് എത്തിപ്പിടിക്കുവാൻ ആശിക്കുന്നതുമായ മതി സ്തോത്രം. ഒന്നുകൂടെ നിങ്ങൾ ആ വാക്യത്തിലേക്ക് ശ്രദ്ധിച്ചുകൊള്ളുക. നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കാൻ ആശിക്കുന്നതുമായ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിലായിരിക്കുന്നത്. ധന്യനായ പൗലോസ്ലീഹായുടെ കോടതിക്കകത്ത് വിസ്താരവേളയിൽ താൻ കോടതി മുമ്പാകെ സമർപ്പിക്കുന്ന ഒരു ബോധ്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ദിവസത്തേക്കുള്ള ദൈവിക സന്ദേശം അതിനകത്തുണ്ടെന്നുള്ള ആത്മീക ബോധത്തോടെയാണ് ആ വാക്യം ദൈവമക്കളുടെ മധ്യത്തിൽ വായിച്ചത്. ഈ വാക്യത്തിനകത്ത് പൗലോസ് വിസ്തരിക്കപ്പെടുകയാണ്. യഹൂദന്മാർ കൊടുത്തിരിക്കുന്ന കള്ളക്കേസുകൾ നിമിത്തം യെരുശലേമിൽ നിന്ന് ഒരു അറ്റോർണി ജനറലിനെയും കൂടി കൂട്ടിക്കൊണ്ട് മഹാപുരോഹിതനടക്കം അഗ്രിപ്പ രാജാവിൻ്റെയും ഫെസ്തോസ് എന്നറിയപ്പെടുന്ന റോമൻ ഗവർണറുടെയും മുമ്പിൽ പൗലോസ് എന്നവൻ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർശനമായി തെളിവുകൾ അവരുണ്ടാക്കിക്കൊണ്ട് വന്ന തെളിവുകൾ നിരത്തി പൗലോസിനെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പൗലോസിന് അവരുടെ ഭാഗത്ത് പ്രതിയായിരിക്കുന്ന പൗലോസിന് പറയാനുള്ളത് പറയാൻ അഗ്രിപ്പാവ് അനുവാദം കൊടുക്കുമ്പോൾ ആ അനുവാദത്തിന് മുമ്പിൽ വക്കീലില്ലാത്ത, അറ്റോർണി ഇല്ലാത്ത, തന്നെത്താൻ തൻ്റെ കേസുകൾ ദൈവത്തെ കൂട്ടുപിടിച്ച് കോടതി മുമ്പാകെ സമർപ്പിക്കുന്ന പൗലോസ് പ്രതിപാദിക്കുന്ന തൻ്റെ ഭാഗത്ത് നിന്നാണ് ഈ യോഗത്തിലുള്ള ദൈവിക ദൂത് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ വാക്യത്തെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ, പശ്ചാത്തലങ്ങളിൽ നിന്ന് ഒഴിവാക്കി ഈ വാക്യത്തെ ഇൻഡിപെൻഡൻ്റായി കോണ്ടസ്റ്റുകളിൽ നിന്ന് മാറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ വാക്യം ആരാധന കേന്ദ്രീകൃതമായൊരു വാക്യമാണ്. ആരാധന സംബന്ധിച്ചൊരു വാക്യമാണ്. ആരാധന സംബന്ധിച്ചൊരു വാക്യമാണെന്ന് പറഞ്ഞാലും പൂർണ്ണമാകില്ല. ഈ വാക്യത്തിനകത്ത് ആരാധന സംബന്ധിച്ച് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആരാധനയെ സംബന്ധിച്ച് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. സൂക്ഷിച്ചൊന്നോടെ ആ വാക്യത്തിലേക്ക് നോക്കുകയോ എഴുതി വെക്കാൻ വേണ്ടി പേനയൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ എഴുതി വെക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള സമയം തന്നുകൊണ്ട് ഞാൻ വിസ്തരിക്കാം. ഈ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ ഒന്ന്, ആരാധന സംബന്ധിച്ച് 4 കാര്യങ്ങൾ പറയുന്നു. ഒന്നാമത്തെ കാര്യം പൗലോസോടെ പറയുന്നുണ്ട്, ആരാധിക്കണം എന്ന് ഈ വാക്യത്തിൽ പറയുന്നുണ്ട്. ആരാധിക്കണം. സങ്കീർത്തനം വായിച്ച പ്രിയ കർത്താവിൻ്റെ ദാസൻ പ്രിയ റോയ്സൺ പാസ്റ്റർ ഗോത്രത്തെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞയച്ചു. സ്തോത്രം. പതുക്കെ പരിമിതിയുള്ള സമയം കൊണ്ട് അദ്ദേഹം പറയുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്തോത്രം ചെയ്തു. കാരണം കഴിഞ്ഞ രാത്രി ഇവിടേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് ദൈവസന്നിധിയിൽ ധ്യാനിക്കുമ്പോൾ ഈ ഭാഗം പറയാൻ പ്രേരിപ്പിക്കുമ്പോൾ ആവർത്തിച്ച് എൻ്റെ ഹൃദയത്തിൽ ഉരുവിടുമ്പോൾ ഈ ഗോത്രങ്ങളെക്കുറിച്ചെല്ലാം എൻ്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇടപെട്ടു. അദ്ദേഹം എൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരു ഉറപ്പ് തന്നതുപോലെ പരിശുദ്ധാത്മാവ് കുറച്ചുകൂടെ ഗൗരവമായി വേദപുസ്തകം പഠിക്കുന്നൊരു കർത്തൃദാസൻ, പ്രത്യേകിച്ച് എന്നേക്കാൾ ഭാഷാ നൈപുണ്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കിട്ടിയ കഴിവുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മറ്റിതിൻ്റെ ഭാഷയുമായിട്ട് പഠിക്കാൻ കഴിവുള്ളത് കൊണ്ട് അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ അവിടെ സമർത്ഥിച്ചപ്പോൾ ഞാൻ ദൈവത്തിന് ഒരുപാട് സ്തോത്രം ചെയ്തു. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ ഇന്നെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസോട് പറയുന്നു ആരാധിക്കണം എന്ന് പറഞ്ഞതിനകത്ത് എഴുതിയിരിക്കുന്നതാണ് 12 ഗോത്രങ്ങൾ. ഞാൻ വിശദീകരണങ്ങൾ പുറകെ തരാം. സ്തോത്രം. ഒന്നാമത്തത് ആരാധിക്കണം, 12 ഗോത്രങ്ങൾ. രണ്ടാമത്തെ അവിടെ പറയുന്നു എപ്പോഴാരാധിക്കണം. അവിടെ കൊടുത്തിരിക്കുന്ന വാക്യതാണ് രാപ്പകൽ ആരാധിക്കണമെന്ന്. നമ്മൾ ഒരുമിച്ച് കൂടുന്നൊരു യോഗത്തിലല്ല, ഞായറാഴ്ചയല്ല, ഇതുപോലെ എല്ലാവരും കൂടി ഒത്തുകിട്ടുമ്പോഴല്ല. ഇവിടെ എഴുതിയിരിക്കുന്നു ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ 2 മണിക്കൂറല്ല, രാപ്പകൽ ആരാധിക്കണം. ആരാധനയെക്കുറിച്ചൊക്കെ ആ വിധത്തിൽ നമുക്ക് ചിന്തിക്കാൻ വളരെ ഗൗരവമുള്ള സമയം എടുക്കാം. പക്ഷെ അതിലേക്കൊന്നും പോകാനുള്ള സാവകാശം നമുക്കില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുകയാണ്. മൂന്നാമത്തത് എങ്ങനെ ആരാധിക്കണം. ശ്രദ്ധയോടെ ആരാധിക്കണം. ആരാധന ഒരു കുഞ്ഞുകളിയല്ല, ആരാധന ഒരു അലക്ഷ്യമായി ചെയ്യേണ്ടതല്ല, ആരാധന ഭയങ്കര ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. ശ്രദ്ധയോടെ ആരാധിക്കണം. നാലാമത്തത് എന്തിനാരാധിക്കണം.
അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആരാധിക്കുന്നവർ എത്തിപ്പിടിക്കാൻ. എന്തെത്തിപ്പിടിക്കാൻ? സ്തോത്രം, വാഗ്ദത്തത്തിനുള്ള പ്രത്യാശ. ചുരുക്കി പറയാം, എന്തിനാരാധിക്കണം എന്ന് ഈ വാക്യത്തിൽ പറയുന്നത്, ആരാധിക്കുന്നവരെന്തോ എത്തിപ്പിടിക്കുന്നുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. പരീക്ഷ മനസ്സോടെ വിമർശനാത്മകമായ നിലവാരത്തിൽ ഒരല്പം അറിവ് വെച്ചുകൊണ്ട് കാര്യങ്ങളെ ആർഗ്യ ചെയ്യുന്ന ഒരാൾക്ക് വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാം, ആരാധിക്കുന്നത് എത്തിപ്പിടിക്കാനാണോ പിടിച്ചടക്കാനാണോ ചോദിക്കാം. പക്ഷേ സ്തോത്ര, ഹല്ലേലൂയ, ഇവിടെ ഒരു കാര്യം ഞാൻ ആത്മാർത്ഥമായി പറയാം. ഞാൻ 25 വർഷമായിട്ട് ഒരു സഭയുടെ പാസ്റ്ററായതുകൊണ്ട് ആരാധനാ സമയത്തൊക്കെ ആത്മാവിൽ കർത്താവിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്ത് ആരാധിച്ചവരെല്ലാം ചിലത് എത്തിപ്പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതിന് തിയോളജി എനിക്കറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് യേശുവിനെ അറിഞ്ഞതിന് ശേഷം എൻ്റെ അപ്പനും അമ്മയും എൻ്റെ സഭയും എന്നെ പഠിപ്പിച്ചു വിട്ടതനുസരിച്ച് കർത്താവിനെ സ്തുതിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അത് ആരുടെ കൂടെയാണെങ്കിലും ദൈവസന്നിധിയിൽ സ്തുതിക്കാൻ തുടങ്ങിയവരെല്ലാം ഇവിടെ എത്തിപ്പിടിക്കാൻ ജീവിതം കൊണ്ട് കഴിയാത്ത പലതും, ജന്മം കൊണ്ട് നേടാത്ത പലതും ആളുകളെ ഞെട്ടിപ്പിച്ചോണ്ട് എത്തിപ്പിടിച്ചിട്ടുണ്ട്. അതിന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ആരാധിക്കുന്നവൻ എന്തോ എത്തിപ്പിടിക്കുന്നുണ്ട്. ആ വാക്ക് തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കി. ചുമ്മാ വെച്ചിരിക്കുന്നത് എടുത്തോണ്ട് പോരുന്നതല്ല, ചിലത് എത്തിപ്പിടിച്ചേ മതിയാകൂ. സ്തോത്രം, ചില വാഗ്ദത്തങ്ങൾ ദൈവം നിന്നോട് പറഞ്ഞത് വഴി കിടന്ന് കിട്ടിയല്ല, ആരാണ്ട് വീട്ടിൽ കൊണ്ട് തരികയല്ല, അത് നീ എത്തിപ്പിടിച്ചേ മതിയാകൂ. ഇന്ന് പകലിൽ സഭകളോട് ദൈവം പറയുന്നു, ഞാൻ പോഷ്ക്ക് പറയുന്നവനല്ല, പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നോട് പറഞ്ഞത് സത്യമാണ്. എന്നിട്ട് എന്താ കർത്താവേ എനിക്കത് കിട്ടാത്തതെന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടിയേ ഉള്ളൂ, നിന്റെ വാഗ്ദത്തങ്ങൾ നീ എത്തിപ്പിടിക്കണം. ഹല്ലേലൂയ. ഉറങ്ങിക്കിടക്കുന്നവർക്ക് അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മയങ്ങിയിരിക്കുന്നവർക്ക്, ഒരു ഹാഫ് മൂഡിൽ, ഒരു സഡേഷൻ ഇരിക്കുന്നവർക്ക് ആയുഷ്കാലത്ത് വാഗ്ദത്തങ്ങൾ എത്തിപ്പിടിക്കാൻ പറ്റിയല്ല. എന്നാൽ ആത്മാവിൽ ജാഗരിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവം പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ ആര് തയ്യാറാകുന്നു? ഒറ്റക്കുള്ളെങ്കിലും എല്ലാരും ഒറ്റപ്പെടുത്തിയാലും ആത്മാവിൽ പോരാടി ജാഗരിച്ചാൽ അവരുടെ മക്കളും പലതും എത്തിപ്പിടിച്ചിട്ടുണ്ട് താനും. പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ചിലർക്ക് ഉറപ്പ് തരുന്നു, ചിലത് എത്തിപ്പിടിക്കുന്ന ദിവസങ്ങളായി സ്വർഗം നമ്മളെ മാറ്റട്ടെ. ഹോളി സ്പിരിറ്റ്, Praise the Lord, hallelujah. ദൈവം നിനക്കൊരു ശുശ്രൂഷ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ കാത് തുറന്ന് കേട്ടോ, ഇന്നും ദൈവം അത് ഡിസ്മിസ് ചെയ്തിട്ടില്ല, ദൈവം അത് ക്യാൻസൽ ചെയ്തിട്ടില്ല. എന്നിട്ട് എന്താ കർത്താവേ, എന്റെ കൂടെ പഠിച്ചവർ കയറിപ്പോയി, പലരും മുൻനിരയിലെത്തി, എനിക്കെന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിന് ഒന്നേ മറുപടി പറയാനുള്ളൂ, നീ അത് എത്തിപ്പിടിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്റെ കയ്യിലേക്ക് കാടപ്പക്ഷിയെ പറന്ന് നിർത്തിയവൻ, മനുഷ്യനെ 2 അടി പൊക്കത്തിൽ പിടിച്ചെടുക്കത്തക്ക രീതിയിൽ അങ്ങനെ നിർത്തിയവൻ നിന്റെ കൂടാരവാതിക്കൽ എത്തിപ്പിടിക്കാൻ പാകത്തിന് കൊണ്ട് നിർത്തി തരുന്നവനാണ്. വിശ്വസിച്ചോ? കർത്താവ് ഇതിനകത്തിരിക്കുന്നവരെ നന്നായിട്ട് അറിയുന്നുണ്ട്. ശുശ്രൂഷകന്മാരോട് പ്രത്യേകം ദൈവാത്മാവ് പറയുന്നു, നിങ്ങളെ എത്തിക്കുമെന്ന് പറഞ്ഞൊരു ലെവലുണ്ട്. അവിടേക്ക് എത്തിപ്പിടിക്കാൻ ബാക്കിയുള്ളതെല്ലാം മാറ്റിവെച്ച് 2026 അടുത്ത നാളുകളെ ആരും കൂടെ ഇല്ലെങ്കിലും രാത്രിയാമങ്ങളിൽ ദൈവസന്നിധിയിൽ മുഴങ്കാലുമേൽ ഇരുന്ന് എന്നോട് പറഞ്ഞത് ഞാൻ കാണുമെന്ന് വിശ്വസിച്ച് ദൈവാത്മാവിൽ എത്തിപ്പിടിക്കാൻ തുടങ്ങിയാൽ നിന്റെ അഡ്രസ് മാറ്റുന്ന, നിന്റെ അഭിഷേകം മാറ്റുന്ന, നിന്റെ ശുശ്രൂഷ മാറ്റുന്ന, നിന്റെ നിലവാരം മാറ്റുന്ന ദൈവത്തിന്റെ കൃപയാണ് ഇന്ന് ഇതിനകത്ത് വ്യാപരിക്കുന്നത്. വിശ്വസിക്കുന്നവരെല്ലാവരും ചേർന്ന് ഇതിനകത്ത് മൗനമാകാതെ കർത്താവിന്റെ നാമത്തിൽ ദൈവസന്നിധിയിൽ ചേർന്ന് പ്രാർത്ഥിച്ചോ, സ്വർഗം അത് ചെയ്തുകൊണ്ടിരിക്കുക. ഗ്ലോറി ടു ജീസസ്. ഉടരവന ഹന്തന ജരദിയാര. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആ ഫ്ലോയിൽ തന്നെ അസാധാരണമായ ആത്മാവിന്റെ സാന്നിധ്യം ഇതിനകത്ത് ചിലർക്ക് വേണ്ടി വാദിച്ചു നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് കർത്താവ് അതിനെ ഓപ്പൺ ചെയ്ത് വിടട്ടെ.
ഒന്നും ഞാൻ ദൈവമക്കളോട് പറയാം, കർത്താവ് വാക്ക് പറഞ്ഞത് ഒന്നും ക്യാൻസൽ ചെയ്തിട്ടില്ല. നിങ്ങൾ മറന്നു പോയതുപോലെ ഇന്ന് തട്ടി ഉണർത്തുക. നിനക്കത് എത്തിപ്പിടിക്കാൻ പറ്റും. നിന്റെ കഷ്ടങ്ങൾക്ക് മീതെ, നീ അനുഭവിക്കുന്ന വേദനകൾക്ക് മീതെ, നിന്റെ പരാജയങ്ങൾക്ക് മീതെ നിന്റെ കിരീടം ഇറങ്ങി നിൽക്കുന്നുണ്ട്. എത്തിപ്പിടിക്കാൻ ഇന്നത്തെ യോഗം കൊണ്ട് മനസ്സ് വെച്ചാൽ ഈ 26-7 അടിവരയിട്ട് ആത്മാവിൽ പ്രാർത്ഥിക്കണം. ധന്യനായ പൗലോസ് കോടതിക്കകത്ത് വിവരമുള്ളവരുടെ മുമ്പിൽ പറയുക, ഞങ്ങളുടെ ഗോത്രങ്ങൾ ആരാധിക്കുന്നത് ഒരു ചടങ്ങിനല്ല, ഞങ്ങളുടെ ഗോത്രങ്ങൾ ആരാധിക്കുന്നത് ഒരു കർത്തവ്യ നിർവഹണത്തിനല്ല, പിന്നെയോ ചിലത് എത്തിപ്പിടിക്കാനാണ്. എത്തിപ്പിടിക്കാൻ. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭകളൊക്കെ ആത്മാക്കളെ കൊണ്ട്, ആത്മാക്കളൊന്നും വഴി കിടന്ന് കിട്ടിയാല. സത്യം പറയുന്നേ, ഞാനൊരു സഭ പൈനിയറായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവന്ന ഒരാളായതിൻ്റെ പേരിൽ പറയാം. വെറുതെ കാട്ടുകല്ല് പറക്കി വെച്ച് കയ്യാലെ കെട്ടുന്ന പോലെയൊന്നും സഭ പണിയിൽ നടക്കുകയല്ല. സ്തോത്രം. എത്തിപ്പിടിക്കാൻ മനസ്സുണ്ടെങ്കിൽ ആത്മാക്കളെ എത്തിപ്പിടിക്കാം. ആരാധിച്ചും പ്രാർത്ഥിച്ചും നിന്റെ കാലം ശുഭതയുള്ളതാക്കാം. ദേശത്ത് വ്യാപരിക്കുന്ന ദുഷ്ടാത്മശക്തികൾ പിടിച്ചു വെച്ചിരിക്കുന്ന ഫറവോന്യ വ്യാപാരങ്ങൾക്കകത്ത് നിന്ന് ചിലരെ നേടി ദൈവകൃപയിലേക്ക് കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവ് ഈ സെക്ഷനിലുള്ള ദൈവദാസന്മാരെ ഇന്ന് ഇതിനകത്ത് വെച്ച് നിയോഗിക്കുക. ദൈവം, നീ എത്തിപ്പിടിക്കാൻ തീരുമാനിച്ചാൽ ഒരു കൂട്ട സ്നാനങ്ങൾ നടക്കട്ടെ. ഒരുമിച്ച് ദൈവം ചെയ്യാനിടയാകട്ടെ. ആരാധിച്ചെത്തിപ്പിടിക്കുക. അത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് അതിവിടെ പറയാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നതല്ല. ഈ 4 കാര്യങ്ങളെക്കുറിച്ച് അംശമായി പറഞ്ഞ് പാസ്റ്റർ എനിക്ക് എന്ന സമയത്ത് അവസാനിപ്പിക്കാനാണ് ഞാൻ മനസ്സ് വെച്ച് നിൽക്കുന്നത്. എങ്കിലും എൻ്റെ ഹൃദയത്തിലേക്ക് തിളച്ച് കയറി വരുന്നൊരു ഭാഗം, ഇത് പറഞ്ഞപ്പോൾ ഓർമ്മയിൽ വരുന്നൊരു ഭാഗം നിങ്ങളെ ചൂണ്ടിക്കാണിക്കാം. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 1-ാമത്തെ കാര്യം പറഞ്ഞിട്ട് വേണമായിരുന്നു 4-ാമത്തെ കാര്യം പറയാൻ. പക്ഷേ കർത്താവ് 4-ാമത്തെ കാര്യത്തെ കയറി അങ്ങ് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിനകത്ത് തന്നെ ഇനി കയറി ഇറങ്ങുന്നതിനേക്കാൾ നല്ലത് ആ ഫ്ലോയിൽ തന്നെ എൻ്റെ മനസ്സിലേക്ക് പൊങ്ങി വരുന്നൊരു കാര്യം പറയാം. അത് സംഖ്യാപുസ്തകത്തിലാണ് 21-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ ഒന്ന് വായിക്കാമെങ്കിൽ എനിക്കിവിടെ ഉപകാരമായിരിക്കും. 21-ാം അധ്യായം 16-17 വാക്യങ്ങളൊന്ന് നോക്കാമോ? 21-ന്റെ 16-17. അവിടെ നിന്നവർ ബേരിലേക്ക്, അടുത്തത് അടുത്തത് മതി, ബാക്കി ഞാൻ പറഞ്ഞു വിടാം, കേട്ടോളുക. ഇസ്രായേൽ മക്കൾ മരുഭൂമി യാത്രയിലാണ്. മധ്യപൂർവ്വ ദേശത്ത് 40-ൽ വർഷങ്ങൾ കൊണ്ട് 42ഓളം സ്ഥലങ്ങളിൽ മാറി മാറി പാളയമടിച്ചാണ് അവർ കനാനിലേക്ക് എത്തിച്ചേരുന്നത്. ഏകദേശം സ്തോത്രം കനാനിലേക്ക് എത്തിച്ചേരാനുള്ള ലാസ്റ്റ് സ്റ്റേഷനുകൾ പിന്നിടുകയാണ്. ഒരല്പം കൂടി സംഖ്യാപുസ്തകം 21 കഴിഞ്ഞ് ഇച്ചിരി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ സ്തോത്രം അടുത്ത 1-2 നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 42 സ്റ്റേഷനുകളുള്ള ഒരു ട്രെയിൻ യാത്ര പോലെ ചിന്തിച്ച് അവസാനത്തെ സ്റ്റേഷനുകൾ പിന്നിടുകയാണ്. അവിടേക്ക് എത്തുന്നതിനേക്കാൾ മുമ്പ് പെട്ടെന്ന് ഒരു സ്ഥലത്ത് വരുമ്പോൾ ദൈവം അവരോട്, മോശയോട് പറയുകയാണ്, ദൈവത്തിൻ്റെ സ്വഭാവം സ്കൂളിൽ പഠിച്ച കാലത്ത് അസംബ്ലി വിളിച്ചു കൂട്ടി ഹെഡ് പറയുന്നത് പോലെ എല്ലാവരെയും കൂടി വിളിച്ചു കൂട്ടി പറയുന്ന സ്വഭാവമല്ല ദൈവത്തിൻ്റെ സ്വഭാവം. ദൈവം ഒരുവനെ നിയോഗിക്കും, ദൈവം അവനോട് പറയും കാര്യങ്ങളല്ല. അതുകൊണ്ട് വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു നേതൃത്വം കാണുന്നുണ്ട്. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളെക്കുറിച്ച് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് കർത്താവ് വന്നിട്ട് ആ സഭയുടെ ദൂതനോട് പറയും. സ്തോത്രം. മനസ്സിലായോ? പിണങ്ങാതിരിക്കുവാണെങ്കിൽ എല്ലാ കാര്യം പറയാം. സ്തോത്രം. അല്ലാതെ മൂപ്പരെ അവിടെ ഇരുത്തിക്കൊണ്ട് കർത്താവ് എനിക്കിന്ന് സഭായത്തിന് 15 മിനിറ്റ് കാരണം എനിക്ക് ചില കാര്യം പറയാനുണ്ടെന്ന് കർത്താവ് ഒരിക്കലും പറയുകയില്ല. സത്യം പറയും. ഞാനൊരു പാസ്റ്ററിൻ്റെ പേര് ഞാനത് വളരെ ഫോളോ ചെയ്യുന്ന ആളാണ്. പറയും, ഞാനാണ് സഭയുടെ മൂപ്പൻ. കർത്താവിന് എന്തെങ്കിലും പറഞ്ഞു വിടണമെങ്കിൽ എന്നോട് പറഞ്ഞുതരാം, ഞാൻ സഭയോട് പറഞ്ഞേക്കാം. സ്തോത്രം. ഞാൻ പിണങ്ങരുതെന്ന് അഡ്വാൻസായിട്ട് അപേക്ഷിച്ചിട്ടാണ് പറഞ്ഞത്. കാരണം ഇതാണ് സ്തോത്രം. മനസ്സിലായോ? അപ്പോൾ കർത്താവിൻ്റെ സ്വഭാവം അവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് പറയും, ചിലർ നിന്റെ ഇടയിലുണ്ട് ഇന്ന കാര്യങ്ങൾ കാണിക്കുന്നത്, അവരോട് പറഞ്ഞേക്കണമെന്ന് കർത്താവ് പറയും പ്രാർത്ഥിക്കുമ്പോൾ. അപ്പൊ കർത്താവ് മോശയോട് ഈ യാത്രയുടെ ഇടയിൽ ബേരിലെത്തിയപ്പോൾ,
സ്തോത്രം എന്ന് പറയുന്നതിനെ കുറിച്ച് വേദശാസ്ത്രിമാർക്ക് അത് വ്യാഖ്യാനിച്ച സ്ഥലത്തെ ജിയോഗ്രാഫിക്കലായിട്ട് പിടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് അവർക്ക് പിടിയില്ല. ബേർഷേബയാണോ എന്ന് സംശയിക്കുന്നു. ബേർഷേബ വേദപുസ്തകത്തിലെ പിതാക്കന്മാരുടെ അബ്രഹാമിൻ്റെയൊക്കെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. പക്ഷേ ആ പേരെന്ന് ഉദ്ദേശിച്ചത് ഏതാണെന്ന് ഭൂമിശാസ്ത്രപരമായിട്ട് വ്യാഖ്യാനിച്ചു കൊണ്ടുവരാൻ അവരെ കൊണ്ട് വ്യാഖ്യാതാക്കൾക്ക് പറ്റിയിട്ടില്ല. എൻ്റെ അന്വേഷണത്തിൽ കിട്ടിയിട്ടില്ല. സ്തോത്രം പലരുടെയും വ്യാഖ്യാന ഗ്രന്ഥങ്ങൾക്കകത്തും അതിനെക്കുറിച്ച് അധികം വിശദീകരണങ്ങളില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. എന്നാലും പേരിലെത്തിയപ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, ജനത്തോടെല്ലാവരോടും ഇവിടെ ഒന്നിച്ചുകൂടാൻ പറ. ഒന്നിച്ചുകൂട്. എന്തിനാ? ഞാൻ അവർക്ക്, എൻ്റെ കൂടെ നിന്ന് ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അത് തന്നെ. ഇവിടെ ഒരു കാര്യം ഓർത്തു പറയണം. ഇത്രയും നാളും ദൈവമക്കളും ദൈവദാസന്മാരും ഈ വാക്യത്തിന്റെ സൂക്ഷ്മമായി നോക്കിയോളണം. ഇത്രയും നാളും ഇസ്രായേൽ മക്കൾ 40 കൊല്ലമായിട്ട് കിണറ്റിലെ വെള്ളം അല്ല കുടിച്ചത്. പിന്നെയോ മോശ അവർക്ക് ദാഹിച്ചപ്പോൾ മോശയോട് പറഞ്ഞു, ഞാൻ പാറയിൽ നിൽക്കാം, നീ പാറയെ അടിക്കണം, ഈ പാറ പിളരും, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടും. പൗലോസ് എഴുതി, കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതി, അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവര് കുടിച്ചത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് എന്നോട് പറയുന്നു, എല്ലാ കാലവും ഒരുപോലെ ആയിരിക്കുകയില്ല. 10-38 കൊല്ലമായി നീ പാറ പിളർന്ന്, അതിൽ അത് കുഴപ്പമൊന്നുമില്ല, മിനറലായിരുന്നു, അതിനൊക്കെ ആത്മീക അർത്ഥമുണ്ട്. പക്ഷേ കനാനിലേക്ക് കയറുന്നതിനേക്കാൾ മുമ്പ് സ്വർഗം ഒരു വാക്ക് പറഞ്ഞു, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞൊരു കിണറുണ്ട്. ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്, സ്വർഗം നിനക്ക് സ്ഥിതി മാറ്റി തരാൻ പോകുകയാ. ഇന്ന് വരെയും നീ ഒഴുകി വന്ന ഒഴുക്ക് വെള്ളമാണ്, കുറച്ച് ഞാൻ പറയാട്ടോ, അതാണ് കുടിച്ചതെങ്കിൽ സ്വർഗം നിശ്ചയിക്കുന്നു. നീ സമരം ചെയ്തിട്ടല്ല, നീ അപേക്ഷ കൊടുത്തിട്ടല്ല, നിന്റെ പിതാവിനറിയാം. നിന്റെ സിറ്റുവേഷൻ മാറ്റി തരണം, നിന്റെ സാഹചര്യം മാറ്റി തരണം. ദൈവം എന്നോട് പറയുന്നു, കിണർ മാറ്റി ദൈവം നിനക്ക് വെള്ളം തരും. നിങ്ങൾ ആത്മീകമായിട്ട് ഭൗതികമായിട്ട് എങ്ങനെ എടുത്തോ, ഇത് ദൈവിക കോടതി കൂടിയിരിക്കുന്ന ദിവസമാണ്. ഇന്ന് നിനക്കുള്ള വിധി വരികയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം പറഞ്ഞു മോശയോട്, ജനത്തോട് ഇവിടെ നിൽക്കാൻ പറ, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞ കിണർ ഇവിടെയുണ്ട്. ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞ കിണർ അത് തന്നെ എന്ന് ദൈവം പറഞ്ഞിട്ട് ദൈവം അങ്ങ് മാറി. മോശ അവിടെ മുഴുവൻ നോക്കിയിട്ട് കിണർ കാണുന്നില്ല. പ്രഭുക്കന്മാരെ അവിടെ പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞു, നമ്മളിനി കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കുക, ഈ കിണർ തരാമെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അവരെല്ലാം പോയി നോക്കി. എൻ്റെ ഭാവന കൂടി ചേർത്ത് പറയും, അവിടെ മുഴുവൻ പോയി നോക്കി, കിണറില്ല. സ്തോത്രം, കിണറില്ല. മൂപ്പന്മാര് പറഞ്ഞു, ദൈവം ഇങ്ങനെ പലതും പറയും, അത് നോക്കിയിരുന്ന കാര്യം. ഇപ്പൊ നമുക്ക് അത്യാവശ്യം വെള്ളമൊക്കെ കിട്ടുന്നുണ്ടല്ലോ, നമുക്ക് പോകാൻ നോക്കാം എന്ന് പറഞ്ഞപ്പോൾ മോശ അത്തരക്കാരനല്ല. മോശ പറഞ്ഞു, എൻ്റെ ദൈവം പോഷ്കു പറയില്ല. കൈയടിപ്പിക്കാനോ സ്വോത്രം ചെയ്യിപ്പിക്കാനോ കൈന്നിട്ട് പറയുന്നവനല്ല ദൈവം. അവൻ കിണറ്റിൽ നിന്ന് കുടിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. ഞാനൊരു പഴയ നിയമ ചരിത്രം പറഞ്ഞു നിൽക്കുകയല്ല, വിശുദ്ധന്മാര് കൂടി ഇരിക്കുന്ന സഭയാണിത്. ഇവിടെ ഓരോരുത്തരുടെ തലയെ കൈവച്ചില്ലെങ്കിലും ദൈവം നിന്നോട് പറയുന്നു, നിന്റെ സന്തതിയെ നല്ല രാജ്യത്ത് വിടുമെന്ന്, നീ വിദേശ നന്മ അനുഭവിക്കുമെന്ന്, നിന്നെ അവിടെ കൊണ്ടുപോകുമെന്ന്, നീ അതിന്റെ അനുഗ്രഹം അനുഭവിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗം ഇന്ന് പാലക്കാലം പോഷ്ക് പറയുന്നവനല്ല, അത് ഓർപ്പിച്ചിട്ട് പറയുന്നു, ഞാൻ നിന്റെ ദൈവമാണ്, അവൻ അത് ചെയ്തിരിക്കും. വിശ്വസിക്ക്. ഒരു 10-20 സെക്കൻഡെങ്കിലും ആത്മ നിറവിൽ നിങ്ങൾക്ക് ഈ ദൂതിനോട് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആത്മാവിൽ പറ, കർത്താവ് ചില കാര്യങ്ങൾ നിശ്ചയമായും നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവൻ പോഷ്ക് പറയില്ല. അവൻ എന്നോട് ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ദാവീദിനോട് ദൈവം പോഷ്ക് പറയില്ല. 10-40 വർഷം കർത്താവിന് വേണ്ടി അധ്വാനിച്ച ദൈവഭൃത്യന്മാരെ, സ്വന്തക്കാരെയും ബന്ധുക്കളെയും വിട്ട് കർത്താവ് വിളിച്ചപ്പോൾ ഇറങ്ങി വന്ന ഒറ്റപ്പെട്ടവരെ എന്റെ ദൈവം നിന്നോട് പോഷ്ക് പറയോ? ഹല്ലേലൂയ.
സ്തോത്രം. ഇടയ്ക്ക് ഞാൻ പറഞ്ഞ വാക്ക് എൻ്റെ ഹൃദയത്തെ തട്ടുന്നു. ദാവീദ് ഒരിക്കൽ പറഞ്ഞ വാക്കാണ്. നിങ്ങൾ വായിച്ചല്ലോ. ഞാനിത് കുറിച്ച് വെച്ച കുറിപ്പിന്നല്ല പറയുന്നത്. ഈ പുൽപ്പിറ്റിൽ പ്രകാശനങ്ങൾ ദൈവം തരിക. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ദൈവം ദാവീദിനോട് പോഷ്ക്ക് പറയില്ല. എത്ര പേർക്ക് കോൺഫിഡന്റ് ഉണ്ട്? എൻ്റെ ദൈവം എന്നെ ചതിക്കില്ല. എൻ്റെ ദൈവം എന്നോട് പോഷ്ക്ക് പറയില്ല. പ്രവാചകൻ പറഞ്ഞതല്ല, ഞങ്ങളുടെ സഭയുടെ പാസ്റ്റർ പറഞ്ഞതല്ല. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ചില പേരുകൾ പറയുക, ഒന്നും കുറ്റമായിട്ട് കണക്കാക്കരുത്. എനിക്ക് ദൂതനെ പൊക്കിക്കൊണ്ടുവരണം. പണ്ട് വാര്യാപുര യോനാച്ചനോ വൈപ്പാപ്പച്ചാനോ അല്ലെങ്കിൽ PD ജോൺസണോ ഇവരാരെങ്കിലും പറഞ്ഞതല്ല. എൻ്റെ ദൈവം എന്നോട് പോഷ്ക്ക് പറയില്ല. ഒറ്റപ്പെട്ട് കർത്താവിന് വേണ്ടി നിന്നവർ, യേശുവിന് വേണ്ടി പലതും ത്യജിച്ചവർ, ഈ നന്മ ദൈവരാജ്യത്തിന് വേണ്ടി പലതും വിട്ടുകൊടുത്തവർ, അവരോട് കർത്താവ് ഇന്ന് പലകാലം ഈ സഭാമധ്യത്തിൽ പറയുന്നു, നീ പറ, നിന്റെ വാക്കുകൊണ്ട് പറ, ഞാൻ നിന്നോട് പോഷ്ക്ക് പറയോ? ഞാൻ നിന്നോട് പോഷ്ക്ക് പറയോ? കഴിഞ്ഞ 25 കൊല്ലമായി, 35 കൊല്ലമായി, നീ 50 കൊല്ലമായി, നീ എന്നെ അടുത്തറിയുന്നവളല്ലേ, അടുത്തറിയുന്നവനല്ലേ? ഇതിനകത്ത് മസിന് പിടിച്ചിരിക്കരുത്. ദൈവം ഇടപെടുന്നുണ്ടെങ്കിൽ അവന്റെ കാൽക്കൽ വീണുകൊണ്ട് പറയണം, ഇല്ല കർത്താവേ, ഞാൻ സംശയിച്ചിട്ടില്ല, ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഈ ദൈവാത്മാവ് ഇറങ്ങി വരട്ടെ, ചിലരുടെ സങ്കടങ്ങൾ തീർക്കട്ടെ, ചിലരുടെ വേദനകൾ പരിഹരിക്കട്ടെ. ആരാധിക്കാൻ വന്നവനോട് ദൈവം പോഷ്ക്ക് പറയില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നീ മറന്നുപോയത്, നീ മണ്ണിൽ കുഴിച്ചിട്ടത്, നിന്റെ കയ്യിൽ നിന്ന് ശത്രു തട്ടി മാറ്റിയത്, അതെല്ലാം തിരിച്ചു വരികയാ. വാഗ്ദത്തങ്ങൾ ജീവൻ വെക്കുക. ഹല്ലേലൂയ. ലിവ്യാഥാന്റെ തല തകർത്ത് അതിനെ ഇസ്രായേൽ പാളയത്തിൽ എത്തിച്ചതുപോലെ നിനക്ക് എത്തിപ്പിടിക്കാൻ പാകത്തിന് പരിശുദ്ധാത്മാവ് ചിലത് എത്തിപ്പിടിക്കാം നിന്റെ പാളയത്തിലേക്ക്, നിന്റെ അതിരിനകത്തേക്ക്. ഈ 14-ാം തീയതി ശനിയാഴ്ച ദൈവം കൊണ്ടു തരികയാ. Hallelujah. 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 Praise the Lord. Hallelujah. ദൈവം പോഷ്ക്ക് പറയില്ല സഹോദരങ്ങളെ. ഈ വിവേകം നമുക്കുണ്ടാകണം. ആളുകൾ മോശയോട് പറഞ്ഞു കാണും, മുൻകാല ചരിത്രം വെച്ച്. അവിടെ എഴുതിയിട്ടില്ല, മുൻകാല ചരിത്രം വെച്ചാണ് പറയുന്നത്. മോശയോടാണ് ദൈവം പറയുന്നത്, കനാനുണ്ട്, നിങ്ങളിവിടെ ഇട്ടിട്ട് പോകത്തില്ല. പക്ഷെ ചെങ്കടലിന്റെ തീരത്തേക്ക് വെച്ച് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ടായിരുന്നു, കാരണം നീ പറയുന്ന ദൈവം സ്തോത്രം ശരിയോ തെറ്റോന്നോ എനിക്കറിയില്ല. ആ സ്റ്റോണിൽ അവർ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ മോശ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വെച്ച് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു, നിങ്ങൾ 30 ലക്ഷം ആളുകളും കൂടെ ഒരുമിച്ച് പെറ്റീഷൻ എഴുതി ഒപ്പിട്ട് തന്നാലും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം പോഷ്ക്ക് പറയില്ല. അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ കിണറെന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ കിണർ തരും. സ്തോത്രം. പക്ഷെ ആളുകൾ നോക്കിയിട്ട് കിണർ കാണുന്നില്ല മാമ. അതാ ഞാൻ പറഞ്ഞേ, വാഗ്ദത്തങ്ങളെല്ലാം നീ പോകുന്ന വഴിക്ക് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയല്ല, നിന്റെ വണ്ടിയുടെ പുറകെ കയറി പോരാൻ. സ്തോത്രം. ദൈവം പറഞ്ഞാൽ അതിനെ എത്തിപ്പിടിച്ചോളണം, എത്തിപ്പിടിച്ചോളണം.
മോശ പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞു. നിങ്ങളോട് പറയുകയാണ്, സഭയെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് കർത്തൃദാസന്മാരുടെ സഹധർമ്മിണിമാർ, നിങ്ങൾ പ്രത്യേകം സ്തോത്രത്തിൽ പ്രാർത്ഥിച്ചിരിക്കുക. നിങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് സ്വർഗം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് വെള്ളത്തിൽ വരച്ച വര പോലെയാകരുത്. കാലഘട്ടങ്ങളിൽ ദൈവാത്മാവിൽ അത് എത്തിപ്പിടിക്കണം, ചരിത്രത്തിൻ്റെ ഭാഗമാകണം. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന ഭാഗങ്ങളെ ഞാൻ ക്രോഡീകരിച്ച് പറയാം. അവിടെ എന്ത് ചെയ്തു? ദൈവം പറഞ്ഞു വെള്ളം തരുമെന്ന് പറഞ്ഞ കിണർ ഇതാണെന്ന് പറഞ്ഞു. അവിടെയൊക്കെ നോക്കിയിട്ട് കിണർ കാണാനില്ല. ഇവരെല്ലാം കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? തൊട്ടടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുക, ആ സമയത്ത്, 5 കൊല്ലം കഴിഞ്ഞിട്ടല്ല, പിന്നെ ഒരു കമ്മിറ്റി കൂടി ഒരു ദിവസം നിശ്ചയിച്ചിട്ടല്ല, അവരെല്ലാവരും കൂടി ആ സമയത്തൊരു കാര്യം ചെയ്തു. ഒരു പാട്ട് പാടുകയാണ്. പാട്ടിന്റെ ഉള്ളടക്കം ഇതാണ്: കിണറേ പൊങ്ങിവാ. ഹല്ലേലൂയ. അതിനർത്ഥം എന്താ? കിണർ എവിടെയോ മറഞ്ഞു കിടക്കുക, കിണർ എവിടെയോ മൂടിക്കിടക്കുക, കിണർ എവിടെയോ ഒളിച്ചു കിടക്കുക. എന്റെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെങ്ങന്നൂര് പരിസരത്ത് എവിടെയോ, നിന്റെ ശുശ്രൂഷയുടെ ബൗണ്ടറിക്കകത്ത് എവിടെയോ, നിന്നെ ആക്കി വെച്ച എവിടെയോ, സ്വർഗം പറഞ്ഞത്, ദൈവം പറഞ്ഞത് പോഷ്കല്ല, അത് നിന്റെ കണ്ണിന് മറഞ്ഞു കിടക്കുന്നെങ്കിലും അത് ഇവിടെ എവിടെയോ ഒതുങ്ങി കിടക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവര് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവര് ദൈവം ഇങ്ങനെ പലതും പറയും, ഉപദേശിമാരിങ്ങനെ പലതും പറയും. അതെല്ലാം കേട്ട് അതിൻ്റെ കൂടെ തുള്ളാൻ നമ്മളെ കിട്ടത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരു തരം പരീശനായി ആത്മീകത്തിന്റെ വേലിപ്പുറത്തിരിക്കുന്നവർ കണ്ടേക്കാം. അവരോടല്ല ഇന്ന് പ്രസംഗിക്കുന്നത്. അവരുടെ യോഗമൊക്കെ 11 മണിക്ക് കഴിഞ്ഞതാണ്. സ്തോത്രം, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം പറയുന്നു, നിന്റെ പുരയിടത്തിനകത്ത്, നിന്റെ 10 സെന്റ് സ്ഥലത്തിനകത്ത്, ഈ സെക്ഷന്റെ അതിരുകൾ എനിക്കറിയില്ല, അങ്ങനെ അതിരുകൾ ഉണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ നിന്റെ കാല് ചവിട്ടി നിൽക്കുന്ന പ്രദേശത്ത്, നിന്നെ ദൈവം കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്നിടത്ത്, നിന്നെ ദൈവം നിയോഗിച്ച് വിട്ടിരിക്കുന്നിടത്ത്, എന്റെ ദൈവം വാഗ്ദത്തം ചെയ്തത്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ കിടന്ന കാലം മുതൽ, നീ ബൈബിൾ കോളേജിൽ പഠിച്ച കാലം മുതൽ, നിന്നെ വിളിച്ചിറക്കിയ കാലം മുതൽ, അന്ന് മുതൽ എന്റെ ദൈവം നിന്റെ പുറകെ നടന്ന് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞത്, നിന്നെ കൊണ്ട് കോരിപ്പിക്കും എന്ന് പറഞ്ഞ ആ കിണറ് അത് വെളിപ്പെടാൻ പോകുകയാണ്. ഹോളി സ്പിരിറ്റ് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് കരമുയർത്തി ഒന്നോടെ സ്തോത്രം ചെയ്താട്ടെ. ചുമ്മാ ഒരു കിണറെന്നല്ല അവിടെ പറഞ്ഞത് കേട്ടോ. ഇനി ആ പാട്ടിന്റെ വരികൾ നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത്, സ്തോത്രം, കിണറെ പൊങ്ങിവാന്ന് പറഞ്ഞിട്ട് എഴുതുകയാണ്, പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, ജനശ്രേഷ്ഠന്മാർ ചെങ്കോല് കൊണ്ടും തങ്ങളുടെ ദണ്ടുകൊണ്ടും കുത്തിയ കിണർ എന്നുള്ള പാട്ടുപാടി. വേദപുസ്തക വ്യാഖ്യാന ശാസ്ത്രം അനുസരിച്ച് സമുദ്രം, നദി, ഉറവ, തോട്, കിണറ്, കുളം, ഇതെല്ലാം ബൈബിളിൽ വിഷീഭവിക്കുന്നതാണ്. നന്നായി പരിശുദ്ധാത്മാവിൽ വ്യാഖ്യാനിക്കാൻ അറിയാമെങ്കിൽ അലിഗോറിക്കൽ അല്ലാതെ തന്നെ നമുക്കിതിനെയെല്ലാം വ്യാഖ്യാനിച്ചെടുക്കാം. ഒരു സുന്ദരമായ പ്രസംഗത്തിനുള്ള വഴിയുണ്ടത് ഇത്രയും നന്നായിട്ട് വ്യാഖ്യാനിച്ചാൽ. സ്തോത്രം. സമുദ്രം എപ്പോഴും ലോകത്തെ കാണിക്കുന്നതാണ്. അതുകൊണ്ടാണ് പ്രവചനങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നത്, ഞാൻ സമുദ്രത്തിൽ നിന്നൊരു മൃഗം കയറി വരുന്നത് കണ്ടു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പസഫിക് സമുദ്രത്തിൽ നിന്നോ അറ്റ്ലാന്റിക്കിൽ നിന്നോ കയറി വരുന്നൊരു നീർക്കുതിരയെ കണ്ടെന്നല്ല. ലോക ജനത, സമുദായ കടൽ, 850 കോടി ആളുകൾ, വിവിധ നിലവാരത്തിൽ ജീവിക്കുന്നവർ, അവരുടെ ഇടയിൽ നിന്നൊരുത്തൻ പൊങ്ങി വരും. സമുദ്രം ലോകത്തിന് നിഴലാണ്. സ്തോത്രം. നദി 2 വിധത്തിൽ വ്യാഖ്യാനിക്കാം. പരിശുദ്ധാത്മാവിന് നിഴലായി നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ സ്തോത്രം, സമൂഹങ്ങൾ, നേഷൻസ്,
യെശയ്യാ പ്രവചനത്തിനകത്ത് 43-ലല്ലേ പറഞ്ഞിരിക്കുന്നത്, നീ സമുദ്രത്തിലൂടെ നദികളിലൂടെ കടക്കുമ്പോൾ അല്ലേ, നീ മുങ്ങിപ്പോകില്ല, അവ നിന്നെ മുക്കിക്കളയില്ല. സ്തോത്രം, ഹല്ലേലൂയ. അത് ചെങ്കടലിന് യോർദാനെ അല്ല. ചെങ്കടൽ യോർദാനൊക്കെ കിടക്കുന്നത് യോശുവയിലും പുറപ്പാടിലല്ലേ. യെശയ്യാവ് അതിന് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് എഴുതിയിരിക്കുന്നത്. അതിനർത്ഥം എന്താ? ഇസ്രായേലിനുള്ള പ്രവചനമാണ്. ദൈവത്തോടുള്ള അനുസരണക്കേട് കാണിച്ചതിൻ്റെ പേരിൽ അവരുടെ ജന്മനാട് വിട്ടു വരാനിരിക്കുന്ന കാലത്ത് അവർ ലോകത്തിലെ നാനാജാതി മതസ്ഥരായിരിക്കുന്ന സമുദായങ്ങളുടെയും വിവിധ ഭാഷക്കാരും ഗോത്രക്കാരുമായിരിക്കുന്ന വ്യത്യസ്ത കൾച്ചറുള്ളവരുടെ ഇടയിലേക്ക് അവരെ ദൈവം ചെതറിച്ചു. പ്രൗഢമായ സംസ്കാരമുള്ളവരുണ്ട്, കാടത്തമുള്ളവരുണ്ട്. അവരുടെയൊക്കെ ഇടയിലൂടെ ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ജനം ഈ നദിയിലൂടെയൊക്കെ കടക്കേണ്ട വന്നു. പക്ഷെ ഇവരുടെയൊക്കെ ഇടയിൽ പോയി പരദേശികളായി പാർത്തിട്ടും ഇവരെ ആരെയും ആ നദികൾക്ക് മുക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് വ്യാഖ്യാനം? സ്തോത്രം, ഹല്ലേലൂയ. നീ എവിടെ പോയി പാർത്താലും ചുമ്മാ നമ്മളെ സ്തോത്രം, എൻ്റെ ഭാഷ പറഞ്ഞാൽ ഇച്ചിരി കട്ടിയായി പോയി, ഞാൻ കുറച്ച് പറയാം. സ്തോത്രം, ഹല്ലേലൂയ. ചിലർ വെളിവെട്ടവർ വന്നിട്ട് പറയും, അപ്പുറം എപ്പുറം താമസിക്കുന്നവരൊക്കെ സ്തോത്രം വിഗ്രഹം ആരാധിക്കുന്നവരാ, അവര് സ്തോത്രം എന്താ പറയുക, അത് അതിൻ്റെ പേര് നീ എൻ്റെ ഇടയിൽ വന്ന് താമസിച്ച് വിട്ടിട്ട് പൊക്കോടാനൊക്കെ പറയും. നീ അന്നേരം പറയണം, ഏത് നദി കൂടെ കടന്നാലും എൻ്റെ ചുറ്റും പാർക്കുന്നവരാരായാലും എന്നെ എവിടെ കൊണ്ടുപോയി നിർത്തിയാലും എന്നെ ശുശ്രൂഷിക്കാൻ എവിടെ കൊണ്ടിട്ടാലും ഞാൻ ആ നദിയിൽ മുങ്ങത്തില്ല, ഞാൻ ആ നദിയെ ക്രോസ് ചെയ്യും. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറ, ഇവയ്ക്കൊന്നും എന്നെ മുക്കാൻ കഴിയില്ല, നദികളെ ക്രോസ് ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കുളം മതങ്ങളെയും സമുദായങ്ങളെയും കാണിക്കുന്നതാണ്. സ്തോത്രം. കാരണം ഇതൊന്നും നാച്ചുറൽ അല്ല. ഏത് കുളം നാച്ചുറൽ. കുളമൊക്കെ നമ്മുടെ നാട്ടിൽ 1-2 കുളം ഓർത്ത് നോക്കിയാൽ നിങ്ങൾ എവിടെ നിന്നൊക്കെ വന്നിരിക്കുന്നത്? പാണ്ടനാട്ടോ, ബുധനാഥരോ, ചെങ്ങന്നൂരോ എവിടെ നിന്നൊക്കെ വന്നിരിക്കുന്നത്? നിങ്ങളുടെ നാട്ടിലെ കുളം ഒന്ന് ഓർത്ത് നോക്കി. അങ്ങനെ കുളം ഉണ്ടായേ നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ അപ്പച്ചനോട് ചോദിച്ചാൽ പറയും, മോനെ അത് ഇഷ്ടിക ഉണ്ടാക്കാൻ വേണ്ടി മണ്ണെടുത്തതല്ലേ, അതാ കുളമോ. പിന്നെ അത് വെള്ളം കെട്ടിക്കിടന്ന് അങ്ങനെ കുളമായി. പിന്നെ എരുമയെ കുളിപ്പിച്ചും നമ്മൾ തുണി കഴിയൊക്കെ കുളമായി. സാധാരണ മലയാളി പറയില്ലേ കുളമായി എന്ന്. അങ്ങനെ കുളമായതാ. പാറ പൊട്ടിച്ചാൽ പല കുളം ഉണ്ടായി. അല്ല, കുളം തന്നെത്താനെ ഭൂമിയിൽ ഉണ്ടായതല്ല. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ പല മിറാക്കിൾ സ്റ്റേഷനുകളും പല മതങ്ങളും ഇവിടെ ആരൊക്കെയോ കുഴികുത്തി ഉണ്ടാക്കിയതാ. നമ്മൾ മാത്രമല്ല, ഓൺലൈൻ ഉണ്ടെങ്കിലും പറയാം. ചിലരൊക്കെ കേട്ടിട്ടുണ്ട്. സ്തോത്രം. ചിലരൊക്കെ പുല്ലരിയാൻ പോയിടത്ത് ഏതാണ്ടും കണ്ടു, അതിനെ പിടിച്ചു വെച്ച് പൂജിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു കുളം ഉണ്ടായി. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടെന്ന് അറിയാം. നീ പേടിച്ചിട്ടാണോ മരവിച്ചിരിക്കുന്നതെന്ന് അറിയാല്ല. എന്നാണ് ഈ മനസ്സിലാവും. അങ്ങനെ കുളം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് 38 വർഷം കുളക്കരെ കിടന്ന ഒരുവൻ, ഓർക്കുന്നുണ്ടോ? അവിടുത്തെ ഒരു വിഷയം എന്താണ്? ഒരു ദൂതൻ ഇടയ്ക്കിടയ്ക്ക് വരും കുളം കലക്കാൻ. നമ്മൾ പറയില്ലേ, പരീക്ഷയ്ക്ക് പിള്ളേര് സ്തോത്രം പരീക്ഷ എഴുതിയിട്ട് തിരിച്ചു വന്നിട്ട് പറയും എല്ലാത്തിനും തോക്കും. തോറ്റ് കഴിയുമ്പോൾ പിള്ളേര് മമ്മിയോട് പറയുന്ന, സിലബസിലില്ലാത്തതാ വന്നേ മമ്മി, അതുകൊണ്ടാണ് തോറ്റേന്ന് എന്ന് പറഞ്ഞ പോലെ സിലബസിലില്ലാത്ത കാര്യങ്ങളാണിത്. അല്ലെന്ന് പറഞ്ഞാൽ ആത്മീകത്തിനൊരു പാറ്റേൺ ഉണ്ട്, ഒരു രീതിയുണ്ട്. ആഫ്രിക്കയിലാണെങ്കിലും അന്റാർട്ടിക്കയിലാണെങ്കിലും അത് കാനഡയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ആത്മീകത്തിന് വേദപുസ്തകം പറയുന്ന ഒരു കരിക്കുലം, ഒരു സിസ്റ്റം ഉണ്ട്. അതിൽ പെടാത്തത്, ഉപദേശത്തിലും വചനത്തിലും പെടാത്തതെല്ലാം സിലബസിൽ പെടാത്തതാണ്. സ്തോത്രം. സിലബസിൽ പെടാത്തത് 6 പേജ് നിറച്ചെഴുതി വെച്ചാലും ജയിക്കുകയില്ല. സ്തോത്രം. മനസ്സിലായോ? അപ്പൊ അത് നമുക്ക് എങ്ങും പിടിച്ചെടുക്കാൻ പറ്റുന്നതല്ല. ഏത് ഈ ദൈവാലയത്തിന്റെ പരിസരത്ത് ദൈവാലയം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നല്ല നല്ല ആളുകൾ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനത്തെ കുളം കലക്കുന്നതും സ്തോത്രം, അതിനകത്ത് അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. സ്വർഗത്തിൽ നിന്ന് വരുന്ന ദൂതനൊന്നും അല്ലെന്നാണ് കൂടുതലും വ്യാഖ്യാതാക്കൾ പറയുന്നത്. സ്തോത്രം. അങ്ങനെ അവിടെ വരും. അവിടെ സൗഖ്യമായവരുടെ ലിസ്റ്റൊന്നും കാണുന്നുമില്ല. അങ്ങനെ മതങ്ങളുടെ കുളക്കരയിൽ കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. യേശുക്രിസ്തു അവിടെ വന്നിട്ട് പറഞ്ഞു, ഈ മണ്ഡപം 5 മണ്ഡപത്തിൻ്റെ ഒരു മണ്ഡപത്തിൻ്റെ ചോട്ടിലെങ്ങാണ്ടോ ഇത് കിടക്കുന്നത്. മണ്ഡപങ്ങളെല്ലാം മനുഷ്യനിർമ്മിതമാണ്.
അതിന്റെ ചോട്ടി കിടക്കുന്നവനോട് യേശു പറഞ്ഞത്, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ പണിത മണ്ഡപങ്ങളുടെ ചോട്ടി കിടക്കുന്ന നിന്നെ, സ്തോത്രം, അതെല്ലാം വിട്ടിട്ട് ഇറങ്ങി വരാൻ വിളിക്കുന്നു. നീ കുളത്തിന്റെ കലക്കോ നോക്കണ്ട, ദൂതന്റെ വരവും നോക്കണ്ട. ഞാൻ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവമാണ്. നീ ഞാൻ പറയുന്നത് കേട്ടാൽ ഈ മണ്ഡപത്തിന്റെ ചോട്ടിൽ നിന്ന് എഴുന്നേറ്റാൽ നിനക്ക് വിടുതലാകുമെന്ന്. വേദപുസ്തകത്തിലെ മറ്റൊന്നാണ് ഉറവ. ഉറവ ദൈവത്തെ കാണിക്കുക. ഇസ്രായേലിന്റെ ഉറവയിൽ നിന്നുള്ളവരെ എന്നെഴുതിയിരിക്കുന്നത് ഉറവ ദൈവമാണ്. അത് വറ്റാത്തതാണ്. അത് പുറമേ കിടക്കുകയല്ല, ഉറവയൊക്കെ അങ്ങ് അടിയിലാണ് കിടക്കുന്നത്. അതിനെ തെളിച്ചു കൊണ്ടുവരണം. സ്തോത്രം. എൻ്റെ വീട്ടിൽ പ്രാർത്ഥിച്ചും ആരാധിച്ചും സ്തോത്രം ചെയ്തും വൈകുന്നേരം ആകുമ്പോൾ മക്കളെയും കൂടി വിളിച്ചിരുത്തി പാട്ടുപാടി ആരാധിച്ച് അതിൻ്റെ അടിയിൽ ഉറവ തെളിയിച്ചോണ്ട് വരണം. സ്തോത്രം, ഹല്ലേലൂയ. ഗേറ്റേല് രഹബോത്തുന്ന പേരുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇനി അത് പണങ്ങരുത് കേട്ടോ. എഴുതി വെച്ചാൽ ഉറവയുണ്ടാകില്ല. തെളിയിച്ചുകൊണ്ട് വരണം. ഉറവ ദൈവത്തെ കാണിക്കുന്നു. സ്തോത്രം. കിണർ സഭയെ കാണിക്കുന്നതാണ്. എവിടെയൊക്കെയാ വാക്യം? ഉത്തമഗീതത്തിനകത്ത് നമ്മൾ വായിക്കുന്ന ഒരു വാക്യമില്ലേ, 4-ാമത്തെ അധ്യായത്തിനകത്തോട് പറയുന്നത്. അവിടെ സിംബോളിക്കാണ് ഉത്തമഗീതം. സ്തോത്രം. 4:12 വായിക്കുന്നത് ഇപ്രകാരമാണ്. കാന്തൻ കാന്തയോട് പറയുന്നു, നീ മുദ്രയിടപ്പെട്ട കിണറാണ്. മുദ്രയിടപ്പെട്ട കിണറാണ്. വേദപുസ്തക വ്യാഖ്യാനത്തിൽ അതൃപ്തരല്ലാത്ത ആളുകൾ ഉത്തമഗീതത്തിൽ നിന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ എൻ്റെ പിന്നിലിരിക്കുന്ന കർത്തൃദാസന്മാർ സമ്മതിക്കുമായിരിക്കും. അവിടെ പറയുന്ന കാന്ത ദൈവസഭയ്ക്ക് നിഴലാണ്. അവിടെ പറയുന്ന പ്രിയൻ കാന്തനായ കർത്താവിന് നിഴലാണ്. ആ കാന്തൻ തൻ്റെ കാന്തയോട് പറയുകയാണ്, നീ കോളാന്നല്ല, നീ കിണറാണ്, മുദ്രയിടപ്പെട്ട കിണറാണ്. ഹല്ലേലൂയ. യിരെമ്യാ പ്രവചനത്തിനകത്ത് ദൈവം തമ്പുരാൻ ഇസ്രായേലിനെ നോക്കിയിട്ട് അവർ ചെയ്ത 2 പാതകങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യിരെമ്യാവ് 2:13. എൻ്റെ ജനം 2 ദോഷം ചെയ്തു. ഒന്ന്, ഉറവയെ ഉപേക്ഷിച്ചു. ഉറവ ആരാന്ന് പറഞ്ഞ്? ദൈവമാണ്. ഉറവയെ ഉപേക്ഷിച്ചിട്ട് അടുത്ത വാചകത്തിൽ പറയുന്നു, വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിച്ചു. സ്തോത്രം. മനസ്സിലായോ? പറയാൻ പോവാ. ഉറവ ദൈവമാണ്. ഉറവയുണ്ടെങ്കിലേ കിണർ സജീവമാവുള്ളൂ. കിണർ സഭയാണെങ്കിൽ അതിനടിയിൽ ഉറവയാകുന്ന ദൈവം ഉണ്ടെങ്കിലേ, കാന്തനാകുന്ന ഉറവയുണ്ടെങ്കിലേ കിണർ സജീവമാകുള്ളൂ. ഉറവയെ ഉപേക്ഷിച്ച ഒരു കിണറും ആളുകളുടെ ദാഹം മാറ്റിയേല. അതുകൊണ്ട് ദൈവം പറഞ്ഞു, എൻ്റെ ജനം 2 കാര്യങ്ങൾ, ഒരു പ്രവാചകനും വെളിപ്പെട്ടില്ല, ആരും അതിനെക്കുറിച്ച് കാര്യഗതികൾ പറഞ്ഞില്ല. പക്ഷേ ദൈവം പറഞ്ഞു 2 ദോഷങ്ങൾ ചെയ്തു. കിണർ കുഴിച്ചു, അത് സത്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. കേൾക്കണേ, എന്താണെങ്കിലും പരിശുദ്ധാത്മാവ് വരുന്ന വഴിക്ക് ഞാൻ കയറി സ്തോത്രം പറയാൻ പോവാ. കേട്ടോളണം. ഹല്ലേലൂയ. മുക്കിന് കിണർ കുഴിച്ചു. അവിടെ എല്ലാം ബോർഡ് എഴുതി വെച്ചു. മനസ്സിലാകുന്നുണ്ട്, മണ്ടം കളിക്കുകയെന്ന് എനിക്കറിയാം. പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, വെള്ളമില്ലാത്ത കിണർ കൊണ്ട് ആർക്ക് ഗുണം? ഉറവയെ ഉപേക്ഷിച്ചിട്ട് കിണറുണ്ടാക്കിയിട്ട് ആർക്ക് ഗുണം? വഴിപോക്കൻ ദാഹിച്ച് കിണറിന്റെ സമീപത്ത് വന്ന് ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി തളർന്നിരിക്കുന്നവൻ കേഴുമ്പോൾ അവന്റെ ദാഹം മാറ്റാൻ കൊള്ളാത്ത കിണർ ഇനി ഏത് പേര് ആരുണ്ടാക്കിയാലും അതുകൊണ്ട് ആർക്ക് ഗുണം? പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം കയറി ഇറങ്ങി പറയുന്നു, നമ്മുടെ സഭകളെല്ലാം കിണറുകളാണ്. സ്തോത്രം, ഹല്ലേലൂയ. മുദ്രയിടപ്പെട്ട കിണറുകളാണ്, ഉടമസ്ഥനുള്ള കിണറുകളാണ്, സ്വർഗം സീല് ചെയ്ത കിണറുകളാണ്. ആ കിണറ് മനുഷ്യന്റെ ദാഹം തീർക്കാനാണ്. സ്തോത്രം, ഹല്ലേലൂയ.
ഞാൻ ആത്മാവിൽ ഈ സെക്ഷനെ നോക്കി പ്രവചിച്ചു പറയുന്നു, ഈ നാട്ടിൽ നമ്മൾ ഒരു സഭയിൽ 25-30 പേരല്ല, ഈ നാട്ടിലെ സകലരും വരട്ടെ. അവരുടെ ദാഹം തീരാത്തത് ശമരിയാക്കാരി സ്ത്രീയെ പോലെ പലരും വരട്ടെ. നിങ്ങളുടെ അടുക്കൽ വന്നാൽ, നമ്മുടെ സഭയിൽ വന്നാൽ, നമ്മുടെ കർത്തൃദാസന്മാരുടെ അടുക്കൽ വന്നാൽ, നമ്മുടെ പാഴ്സനേജ് നിക്കോദീമോസ് വന്നതുപോലെ രഹസ്യത്തിലാണെങ്കിലും വന്നാൽ അവന്റെ വരൾച്ച മാറ്റും, ദാഹം മാറ്റുമെന്ന് തെളിയുന്ന കൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ദാഹം തീർക്കുന്ന കിണറുകളായിട്ട് മാറണം. ഇനി എങ്ങനെ കിണറുണ്ട്? അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കേട്ടോ, ആ വാക്ക് കേട്ടോ, ആ പാട്ടിലേക്കാ വരുന്നത്. എനിക്ക് തെറ്റിയിട്ടില്ല. ഞാൻ 4 കാര്യങ്ങൾ അടുക്കും ചിട്ടയുമായിട്ട് പറയാൻ വേണ്ടിയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വന്നത്. പക്ഷേ എനിക്ക് അതിനകത്തൊന്നും സങ്കടമില്ല. സ്തോത്രം. 4 പറഞ്ഞില്ലെങ്കിലും ഇതുള്ളെങ്കിലും ഇതിനകത്ത് ദൈവം ചിലരെ രക്ഷിക്കുന്നുണ്ട്. ചിലരുടെ അഭിഷേകം ഇന്ന് മാറി വരുന്നുണ്ട്. ചിലരുടെ ഉറവ ഇന്ന് തുറന്നു വരുന്നുണ്ട്. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ നിന്റെ ശുശ്രൂഷ മാറിയേ പോകത്തുള്ളൂ. നിന്റെ പാട്ടിനകത്ത്, നിന്റെ പ്രസംഗത്തിനകത്ത്, നിന്റെ പ്രവചനത്തിനകത്ത്, നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത്, സ്തോത്രം, നിന്റെ പ്രബോധനത്തിനകത്ത്, നീ ഒരു സൺഡേ സ്കൂൾ അധ്യാപികയാണെങ്കിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനകത്ത് ഒരു അസാധാരണമായ ഉറവ നാളെ മുതൽ വ്യാപരിക്കാൻ തുടങ്ങത്തക്ക രീതിയിൽ സ്വർഗത്തിന്റെ ഉറവ നീ ആകുന്ന കിണറിലേക്ക് ഇന്ന് ജോയിൻ ചെയ്യട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ദൈവം അത് ചെയ്യാനിടയാകട്ടെ. മോശയും കൂട്ടരും പാടിയ പാട്ടിലേക്ക് ഉറ്റുനോക്കിയേ. അവിടെ ആ പാട്ടിന്റെ വരികൾക്കകത്ത് എഴുതിയിരിക്കുക, കിണറേ പൊങ്ങിവ. അടുത്ത വാചകം, സ്തോത്രം, ഹല്ലേലൂയ. കിണറേ പൊങ്ങിവ. അടുത്ത വാചകം പ്രഭുക്കന്മാർ. ആ വാക്കൊന്ന് നിന്ന് ചിന്തിച്ചേ. നിങ്ങളുടെ വീട്ടിൽ കിണർ കുഴിക്കാൻ വന്നത് ആരാ? അല്ല, സഭയല്ല പറയുന്നത്. വീട്ടിലെ കിണർ, മുറ്റത്തെ കിണറിനെ ആരെയാ ചോദിക്കുന്നത്? ആരാ? ഉറിയോണ്ട് കൊടുത്തോണ്ട് മെലിഞ്ഞ് വൈകുന്നേരം ചാരായ അടിക്കുന്ന ഗോപാലൻ, അവന്റെ കൂടെ വേറെ 2 ചേട്ടന്മാരും, അവരല്ലേ വന്നേ. പക്ഷെ വേറെ പുസ്തകത്തിൽ കിണർ കുടിക്കുന്നവനെ എന്നാ വിളിച്ചിരിക്കുന്നേ? പ്രഭുക്കന്മാർ. അതിന്ന് മനസ്സിലായോ? ഒരു കിണർ കുഴിക്കണമെങ്കിൽ പ്രഭുവിനെ കൊണ്ടേ പറ്റൂ. മനസ്സിലാവുന്നോ? ഒരു പ്രഭുവിനെ കൊണ്ട് സഭയാകുന്ന കിണർ കുഴിക്കാൻ പറ്റുള്ളൂ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഇതിനകത്തുനിന്ന് പ്രഭുക്കന്മാർ എഴുന്നേക്കട്ടെ. ചെങ്ങന്നൂർ സെക്ഷനിൽ നിന്ന് പ്രഭുക്കന്മാർ എഴുന്നേക്കട്ടെ. കിണർ കുഴിക്കുന്ന പുതിയ പുതിയ സഭകൾ ഉണ്ടാക്കുന്നവർ, ആഴ കുഴിച്ച് ഉറവ തെളിക്കുന്നവർ, ആത്മാക്കളെ നേടുന്നവർ, സാത്താന്റെ കോട്ടക്കകത്തേക്ക് ഇടിച്ചു കയറുന്നവർ, നിങ്ങളുടെ മക്കളെ ലോകത്തിൽ എവിടാണെങ്കിലും അവരെ ഒന്ന് ഓർത്ത പേര് പറഞ്ഞൊന്ന് സ്തോത്രം ചെയ്തേ. സ്തോത്രം. അവരെവിടായിരുന്നാലും അവർ പോയ സ്ഥലത്ത് പ്രഭുക്കന്മാരാകട്ടെ. ഹല്ലേലൂയ. ഷെയ്ഖിന്റെ മോനായിട്ടൊന്നും ഇനി അവിടെ പോയി പറ്റിയല്ലോ. പക്ഷേ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, സുവിശേഷ വേലയ്ക്ക് വിളിയുള്ളവനാ. അവൻ MBA പഠിച്ചിട്ട് പോയി, എഞ്ചിനീയർ ആയിട്ട് പോയി, MBBS പഠിച്ചിട്ട് പോയി, നേഴ്സിംഗ് പഠിച്ചിട്ട് പോയി, തെറ്റൊന്നുമില്ല. പക്ഷെ അമ്മ കരയണം, അപ്പം കരയണം. അവൻ ചെന്നടത്ത് ഈ വാക്യം അടിവരയിട്ടിട്ട് അവന്റെ പേര് വേണമെങ്കിൽ ആ ബൈബിളിന്റെ സൈഡിൽ എഴുതി വെച്ചിട്ട് പറയണം, ഞാൻ കേട്ട ദൂതന്റെ വെളിച്ചത്തിൽ എന്റെ സന്തതി ഒരു പ്രഭുവാകണം. എനിക്കത് അവിടെ ചെന്ന് കാണണം. ഹല്ലേലൂയ. എത്ര പേർ ആത്മാവിൽ പ്രാർത്ഥിക്കും? ഞാൻ പരിശുദ്ധാത്മാവിന്റെ സമ്മർദ്ദത്തിൽ നിന്നുകൊണ്ട് പറയുക, ഈ സെക്ഷനെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുക, ലോക രാജ്യങ്ങളിൽ സഭ സ്ഥാപിക്കാൻ, പാപികളെ പരിശുദ്ധാത്മാവിലേക്ക് നയിക്കാൻ, കുഞ്ഞാടിന്റെ ചോര കൊണ്ട് കഴുകാൻ, അവരുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ, ആളുകളെ സ്നാനപ്പെടുത്താൻ നിന്റെ വീട്ടിൽ നിന്ന് പ്രഭുക്കന്മാർ എഴുന്നേക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഓരോ ലോക്കൽ സഭകളെയും ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിച്ചു, അവർക്ക് നിങ്ങൾ പണമുടക്കി, അവര് നല്ല പൊസിഷനിലെത്തി. ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ ഓസ്ട്രേലിയയിലോ UK-യിലോ കാനഡയിലോ അമേരിക്കൻ ഐക്യ നാടുകളിലോ ഗൾഫിലോ നോർത്ത് ഇന്ത്യയിലോ എവിടാന്ന് എനിക്കറിയില്ല, മാലിയിലോ, ഹല്ലേലൂയ, അങ്ങനെ ജർമ്മനിയിലോ എവിടെയും ആകട്ടെ, ആണോ പെണ്ണോ ആകട്ടെ, കാലങ്ങൾ തീരാറായി, യേശു വരാറായി. ചെന്ന സ്ഥലത്ത് എന്റെ മോൻ ഒരു അറബിക്ക് അടിമയാകാനല്ല,
ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഞാൻ കരഞ്ഞോണ്ടാ പ്രസംഗിക്കുന്നത്, ഉള്ളിൽ തീയിട്ടോണ്ടാ പ്രസംഗിക്കുന്നത്. നിന്റെ സന്തതിയെ ദൈവ പ്രഭുവാക്കട്ടെ. ഞാൻ അനുഗ്രഹിക്കുന്നു ദൈവത്താൽ. ഹല്ലേലൂയ. പാട്ടിന്റെ വരികൾക്കകത്ത് എഴുതി, ദൈവം പറയുന്ന സഭയാകുന്ന കിണറ്. ഞാൻ പച്ചക്കങ്ങ് പറയാൻ പോവാ. ചുമ്മാ രാഷ്ട്രീയം കളിച്ചും ഏതെങ്കിലും ഒരുത്തൻ്റെ വാലും താങ്ങി നടക്കുന്നവന് അവനൊന്നും കിണറ് കുഴിക്കാൻ പറ്റില്ല. ചിലരുടെ പച്ചക്ക് പറയാം, ഉള്ളതിനെ പൊട്ടിച്ച് വേറൊന്നാക്കിയിട്ട് കസേര ഉറപ്പിക്കാം. പക്ഷെ ചങ്ക് വെള്ളമാക്കി ആത്മാക്കളെ നേരിടണമെങ്കിൽ, ജാതീയ കോട്ടകൾക്കകത്ത് ഉറവ തുറക്കണമെങ്കിൽ അവനൊരു പ്രഭുവായി മാറണം. അവരെ ദൈവം ഇന്ന് ഇതിനകത്ത് അനുമോദിക്കാൻ പോകുകയാ, ഇതിനകത്ത് നിയോഗിക്കാൻ പോകുകയാ, ഇതിനകത്ത് അഭിഷേകം ചെയ്യാൻ പോകുകയാ. ഹല്ലേലൂയ. റികാബാ ശന്തരാധ രക്ഷസിയ. പറഞ്ഞു വന്നത് നാലാമത്തെ പോയിന്റാണ്. 1, 2, 3 ഞാനല്ല, ദൈവം തട്ടിക്കളഞ്ഞു. ഒരു സോക്കോൾഡ് പ്രസംഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് എന്നെ ഇറക്കി വിട്ടു. നീ അതൊന്നും പറയേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ ഉദ്ദേശം നടക്കുകയാ. സ്വർഗം ചില കുടുംബത്തിലേക്ക് നേരിട്ട് വരികയാ. നിന്റെ മക്കളെ ചൊല്ലി നിനക്ക് സ്തോത്രം ചെയ്യാൻ, നിനക്ക് കണ്ണ് നിറഞ്ഞ് മഹത്വം കരയറ്റാൻ നിനക്ക് പറ്റാതെ പോയത് നിന്റെ സന്തതിയെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ഇടപെടുകയാ. എന്റെ മക്കളെ തരുന്നു, എന്റെ മക്കളെ തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഈ സഭയുടെ പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് ഞാൻ വെണ്ണിക്കുളത്തെ എൻ്റെ സഭയെ കാണുക, എൻ്റെ മക്കളെ കാണുക. നിങ്ങൾക്കിതേതും ഇല്ലെങ്കിൽ വിട്ടേരെ. പക്ഷെ ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഞാൻ നിന്റെ ഇടയിൽ നിന്ന് പ്രഭുക്കന്മാർ എഴുന്നേൽപ്പിക്കും. കിണറ് കുഴിക്കുന്നവർ, ആരുടെയും പിന്നാലെ നടന്ന ഒരു സീറ്റ് ഒപ്പിക്കുന്നവനല്ല, കിണറ് കുഴിക്കുന്നവർ. ജാതികളുടെ ഇടയിൽ കിണറ് കുഴിക്കുന്നവർ, മുദ്രയിട്ട കിണറ്. കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഇവിടെ നിന്ന് എടുത്തുകൊള്ളപ്പെടാൻ സ്വർഗം ഒരുക്കി നിർത്തുന്ന ഒരു കൂട്ടത്തിന്റെ കാവലാളായി, അവരുടെ കസ്റ്റോഡിയനായി ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ചിലരെ സ്വർഗം ഇതിനകത്ത് എഴുന്നേൽപ്പിക്കുന്നു. ചുരുക്കട്ടെ, പ്രഭുക്കന്മാർ. ഇനി അവരെന്തുകൊണ്ടാ കുഴിച്ചേ? ചെങ്കാൽ കൊണ്ടും രാജദണ്ഡ് കൊണ്ടും കുത്തിയ കിണർ. നിങ്ങളുടെ വീട്ടിൽ കിണർ കുത്താൻ വന്ന പുള്ളി കൊണ്ടുവന്ന ആയുധം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഗോപാലൻ കൊണ്ടുവന്ന ആയുധം ഓർക്കുന്നുണ്ടോ? രാജദണ്ഡം കൊണ്ടാണോ വന്നേ? ചെങ്കോലും കൊണ്ടാണ് കിണർ കുത്താൻ വന്നേ? സ്തോത്രം. അവൻ അലമാങ്ങും പിക്കാസും ഊന്താലിയും കൊണ്ട് വന്നത് ആ നമ്മുടെ അടുക്കളപ്പുറത്തെ കിണർ. പക്ഷെ സഭയാകുന്ന കിണർ കുത്തണമെങ്കിൽ ഊന്താലിയും പിക്കാസും പോരാ, അതിന് ചെങ്കോൽ. സാധാരണക്കാരുടെ കയ്യിലിരിക്കുന്ന സൂത്രം അല്ലാതെ. സ്തോത്രം. ഉണ്ട ദൈവദാസൻ ആ ഗോത്രത്തെ പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞില്ലേ, റൂളേഴ്സ്, അധികാരമുള്ളവർ. ഒരു ദേശത്ത് വാഴുന്നത് ഏത്? ആ പൗലോസിനോടൊക്കെ ചോദിക്കണം. എഫേസോസ് പട്ടണത്തിലേക്ക് ചെല്ലുമ്പോൾ അർത്തിമീസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ദൈവ ശക്തിയുടെ പിടിയിൽ പട്ടണം അമർന്നിരിക്കുക. ആ പട്ടണം മേനവന്റെയും കൂട്ടരുടെയും വർത്താനത്തിൽ നിന്നറിയാം. ലോകത്തിൽ ആർക്കാ അറിയാത്തത് ഈ പട്ടണം മുഴുവൻ അടക്കി വാഴുന്നത് അർത്തിമീസ് ആണെന്ന്? അറിയാൻ വയ്യാത്തത് ആരാണെന്ന് ചോദിക്കുന്ന വാക്യത്തിൽ നിന്നറിയാം. ദേശങ്ങളെ അടക്കി വാഴുന്ന ദേശാധിപതികൾ സ്തോത്രം സിംഹാസനമിട്ടിരിക്കുന്ന ദുഷ്ടക്കോട്ടയ്ക്കകത്ത് കയറി ദൈവമേൽപ്പിച്ച രാജകീയ പുരോഹിത വർഗത്തിന്റെ രാജദണ്ഡുകൊണ്ട് എഫേസോ സഭ എന്നൊരു സഭയുണ്ടാക്കിയ ആ കർമ്മയോഗിയെ പോലെ ഏത് പാതാളത്തിന്റെ കോട്ടയിലും കയറി, ഏത് ദുഷ്ടന്റെ സാമ്രാജ്യത്തിനും കയറി സ്വർഗം നിന്നെ ഏൽപ്പിക്കുന്ന ആ ചെങ്കോല് കൊണ്ട്, രാജദണ്ഡ് കൊണ്ട് നിനക്ക്
നിനക്കൊരു ദൗത്യമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കാമോ? അവിടെ ദൈവം ചിലത് തെളിച്ചോണ്ട് വരും. ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. മറ്റത് മൂന്നും മനഃപൂർവ്വം. ഇനി അവിടെ കയറിയ സ്തോത്രം എങ്ങ് എത്തിയാല. ഏതാ? ആരാധിക്കണം, എപ്പോൾ ആരാധിക്കണം, എങ്ങനെ? ഇത് മൂന്നിൽ കയറി കഴിഞ്ഞാൽ നമ്മളൊന്ന് വീട്ടിൽ പോക്ക് നടക്കുകയില്ല. അതുകൊണ്ട് ഇവിടെ ഞാൻ നിർത്താം. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ദൈവം, ഇന്ന് ഈ യോഗത്തിൽ വന്നവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. ഇന്ന് ദൈവം കരുതി വെച്ചൊരു ദിവസമാണ്. കണ്ണുകൊണ്ട് കാണത്തില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു, വരണ്ടുപോയ നിന്റെ ആത്മീക ജീവിതം നീരുറവകൾ തുറന്ന കിണറായി മാറാൻ എന്നോട് ദൈവം പറയുന്നു. കുടുംബ പ്രാർത്ഥന പോലും നിന്നുപോയ നിന്റെ അന്തരീക്ഷത്തിനകത്ത് വീണ്ടും അത് തെളിച്ചു കൊണ്ടുവരാൻ ഇവിടെ നിന്ന് സ്വർഗം ഒരു ചെങ്കോല് നിനക്ക് തരും. ഒരു പ്രഭുവിൻ്റെ സ്റ്റാൻഡേർഡിൽ ഞാൻ ജീവിച്ചോളാം. എൻ്റെ വാക്കുകൾ അതുപോലെ സൂക്ഷിച്ചോളാം. എൻ്റെ ഇടപാടുകളിൽ, എൻ്റെ പെരുമാറ്റത്തിൽ ഒരു പ്രഭുവിനെ പോലെ. അയോഗ്യനായ ഒരു കുടുംബത്തിൽ ജനിച്ചവനാണ് ഞാനും നിങ്ങളും. സ്തോത്രം. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വിദ്യാഭ്യാസ കാലത്ത് മുഴുവനൊന്നും തയ്ക്കാൻ പറ്റി കാണില്ല. സ്തോത്രം. ബൈബിൾ കോളേജിലൊക്കെ പഠിക്കണം എന്നൊരു ഹൃദയം ഉണ്ടായിരുന്നു. പക്ഷേ മക്കളെ വളർത്താനും ജീവിതത്തിൻ്റെ രണ്ടട്ടം കൂട്ടിമുട്ടിക്കാനും വെമ്പൽ കൊണ്ട കാലത്ത് അതിനൊന്നും പറ്റിയില്ല. ഇന്ന് കൂട്ടായ്മ ആചരിച്ചും പ്രാർത്ഥനയും ഉറ്റിരുന്ന ഒരു റിട്ടയർഡ് ലൈഫൊക്കെ നയിക്കുന്ന നിങ്ങളോട് ദൈവം പറയുന്നു, ശേഷിക്കുന്ന കാലം നിങ്ങൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു പ്രഭുവിൻ്റെ സ്റ്റാൻഡേർഡിൽ ജീവിക്കാൻ, വാക്കുകളെ സൂക്ഷിക്കാൻ, ഒരു പ്രഭുവിൻ്റെ സംസ്കാരം. ചുമ്മാ ഒരുത്തനെ കൊണ്ട് പറ്റില്ല. ദൈവം നിന്നോട് പറയുന്നു, ഞാൻ നിന്നെ അവരുടെ ഇടയിൽ ഒരു പ്രഭുവാക്കാം. അബ്രഹാമിനെ കുറിച്ച് ജാതീയ രാജാവ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? തൻ്റെ ഭാര്യയെ കുഴിച്ചിടാൻ നേരത്തുന്ന ശവക്കോട്ടയ്ക്ക് സ്തോത്രം. നമ്മുടെ ശവം കൊണ്ട് ചെല്ലുമ്പോൾ അവന്മാർ അടക്കാതെ ഏറ്റും പൂട്ടിക്കൊണ്ട് അവന്മാർ പോവുക. എന്നാൽ അബ്രഹാമിൻ്റെ ഭാര്യ അടക്കാൻ സ്ഥലമില്ലാതെ, ബോഡി മോർച്ചറി ഇല്ലാത്ത കാലത്ത് എവിടെ അടക്കുമെന്നോർത്ത് വിങ്ങുമ്പോൾ ആ മനുഷ്യൻ ചെന്നു പാർത്ത നാട്ടിലെ പൗരാവലിയോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ്, ചായം വലിയ മുതലാളിയല്ലേ, ഞങ്ങളുടെ കൊച്ചിങ്ക് വല്ലതും കിട്ടുമെന്ന് ഓർത്തോണ്ടല്ല, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ പ്രഭുവാണ്. നിനക്കിഷ്ടമുള്ളൊരു സ്ഥലത്ത് നിൻ്റെ ഭാര്യ അടക്കിക്കോ. ദൈവത്തിൻ്റെ പ്രഭുവാകാൻ എനിക്ക് സമർപ്പണമുണ്ട്. എന്നും ഇവിടെ എൻ്റെ മുമ്പിലോ പുറകിലോ എവിടെ ഇരിക്കുന്ന ആരാണെങ്കിലും പ്രായം നോക്കാതെ ബാക്കിയുള്ള കാലം സ്തോത്രം ദൈവത്തോട് പറയാൻ തയ്യാറാണെങ്കിൽ പോകാൻ നേരത്ത് നിങ്ങൾക്ക് ഒരു ചെങ്കോല് തന്നുവിടും. അത് നിന്റെ ജീവിതം തെളിയിക്കും. അന്ധകാര കോട്ടയ്ക്കകത്ത് നിന്നെ ദൈവം നിർത്തും. ആ ചെങ്കോല് കൊണ്ട് നീ ചിലത് കുഴിച്ചെടുക്കും, ആരാധിച്ച് ചിലത് എത്തിപ്പിടിക്കും. അതിനൊരു കൃപ ദൈവം തരും. അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ മാത്രം ഒന്ന് കൈ ഉയർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ ദൈവമേ, ഇത്രയും പേരതിന് തയ്യാറാകുന്നെങ്കിൽ വിങ്ങി വിങ്ങി കരയുന്നവർ ഇതിൻ്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട്. ആ കൈ ഉയർത്തിയവരെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ദൈവസന്നിധിയിൽ 1 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാമോ? 1 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാമോ? ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അശ്രദ്ധരാകരുത്. 1 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ ഹൃദയംഗമായി കർത്തൃദാസന്മാരെ റെസ്പെക്റ്റോടെ പറയുന്നു, സഹോദരങ്ങളെ, എൻ്റെ മൂത്ത സ്തോത്രം പ്രായം കൊണ്ട് മൂത്ത സഹോദരന്മാരെ, കർത്തൃദാസന്മാരെ, എൻ്റെ സമപ്രായക്കാരെ, കണ്ണടച്ച് പ്രാർത്ഥിക്കേ, കണ്ണടച്ച് പ്രാർത്ഥിക്കേ. നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല, ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാൻ വരുന്ന കാലത്ത് എൻ്റെ സൗണ്ട് ഫീമെയിൽ വോയിസ് ആയിരുന്നു, പെൺപിള്ളേരുടെ സൗണ്ടായിരുന്നു. സ്തോത്രം. എന്നെ സ്കൂളിൽ പഠിച്ച കാലത്ത് ആളുകൾ എൻ്റെ ശബ്ദ നിമിത്തം അങ്ങനെ കളിയാക്കുമായിരുന്നു. ഇന്ന് ദൈവസന്നിധിയിൽ ഞാൻ നിൽക്കുമ്പോൾ നീ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറായാൽ, എന്തുകൊണ്ട് ഞാനിതിപ്പോൾ ഓർത്തെന്ന് എനിക്കറിയില്ല, നിന്റെ ശബ്ദം പോലും മാറ്റിത്തന്ന് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആക്കാൻ കഴിവുള്ള ഒരു ദൈവം, നിന്നോട് പോഷ്ക്ക് പറയാത്ത ദൈവം,
ആ ദൈവം ഇന്ന് പകൽക്കാലം ഇവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. സ്വർഗം ചോദിക്കുന്നു, ഞാൻ നിന്നെ പ്രഭുവാക്കി ഇറക്കി വിടട്ടെ. ആ നിലവാരത്തിൽ ജീവിച്ചോളാമോ? സ്തോത്രം. എല്ലാത്തിനും, നിന്റെ വസ്ത്രധാരണത്തിലും നിന്നെ പുറത്ത് കണ്ടാൽ നീ ചുമ്മാ വെറുതെ പന്ത് കളിക്കാരനാണെന്ന് തോന്നരുത്. നീ എൻ്റെ പ്രതിനിധിയാണ്. ഇവിടെ വെച്ച് തീരുമാനമെടുക്കണം. വേണ്ടെങ്കിൽ വിട്ടേരെ, വേണ്ടെങ്കിൽ വിട്ടേരെ. വർത്താനം, സംസ്കാരം, വസ്ത്രധാരണം, ഇടപെടലുകൾ, ഇതെല്ലാം ദൈവത്തോട് കരഞ്ഞ് ഞാൻ കാൽക്കൽ വീണ് ഒറ്റക്കിരുന്ന് കരഞ്ഞ് 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 ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് മാത്രമേ എൻ്റെ ഉള്ളൂ. എനിക്കതുകൊണ്ട് ചാരിതാർത്ഥ്യമുണ്ട്. എനിക്കതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ള പ്രാഗൽഭ്യമുണ്ട്. നീ കരഞ്ഞാൽ നിന്നെ പ്രാർത്ഥനാ മുറിയിലിട്ട് ദൈവം ഒരു പ്രഭുവാക്കും. നിനക്ക് ഇങ്ങനെയൊക്കെ 2 മക്കളെ വളർത്തി കഷ്ടി EMI അടച്ചു പോയാൽ മതിയെങ്കിൽ ഇങ്ങനെ പൊക്കോ. അതല്ല, രാജദണ്ഡുമേന്തിക്കൊണ്ട് അന്ധകാര കോട്ടയ്ക്കകത്ത് ശത്രുവിന്റെ പാളയത്തിൽ നീ ദൈവത്തിന്റെ പ്രഭുവാണെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ സ്വർഗം ഇന്ന് പകൽക്കാലം ഒരു ചാൻസ് തരിക. ഉള്ളുരുകി കരഞ്ഞുകൊണ്ട് ഞാൻ പറയുക, ഏറ്റെടുത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാമെങ്കിൽ ദൈവം അത് ചെയ്യും. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും സമർപ്പണത്തോടെ നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഷ കൂടെ ദൈവസ്ഥനെ ഉപയോഗിച്ചാട്ടെ. പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ, ഒരു വലിയ കാര്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ എങ്ങനെയാണ്? സ്തോത്ര, ഹല്ലേലൂയ. തല കുനിച്ചോ, കരങ്ങൾ ഉയർത്തിയോ, നെഞ്ചത്തേക്ക് കൈവച്ചോ, വണങ്ങിയോ, എങ്ങനെയാകട്ടെ, ശരീരത്തിന്റെ ഭാഷ കൂടി ഉപയോഗിക്കുക. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിറങ്ങുന്നത് ഇങ്ങോട്ട് വന്നതുപോലെ ആയിരിക്കരുതേ. ആരാധിക്കുന്നവർ ചിലത് എത്തിപ്പിടിക്കുമെന്ന് തിരുവെഴുത്തിൽ കണ്ടു. ഈ നിൽക്കുന്ന ദൈവദാസന്മാരും ദൈവമക്കളും സഭകളും വരാനിരിക്കുന്ന നാളുകളിൽ എത്തിപ്പിടിക്കട്ടെ. കിണറുകൾ പൊങ്ങി വരട്ടെ. ഈ അഭിഷിക്തനായിരിക്കുന്ന കർത്തൃദാസന്റെ നേതൃത്വത്തിൽ പുതിയ പുതിയ കിണറുകൾ പൊങ്ങി വരട്ടെ. ഇതൊരു ഉണർവായി മാറട്ടെ. യെരൂശലേമിലെ അപ്പോസ്തലന്മാർ അന്ത്യോക്യയിലേക്ക് വന്നതുപോലെ ഇവിടെ എന്താ നടക്കുന്നതെന്ന് കാണാൻ ശ്രേഷ്ഠന്മാർ വരാൻ തുടങ്ങട്ടെ. അതുപോലത്തെ ഉണർവുണ്ടാകട്ടെ. കൂടെ നിൽക്കുന്ന കർത്തൃദാസന്മാരെയും മുമ്പിൽ നിന്ന് കരയുന്ന ദൈവമക്കളെയും അങ്ങയുടെ പൊന്ന് കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്നവരെ ചെങ്കോല് കൊടുത്തയക്കണം. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. ഞാൻ ഇവരെ അനുഗ്രഹിച്ചിട്ട് മടങ്ങുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ.